ആകാശവാണി സ്പൈസ് FM അവതരിപ്പിക്കുന്നു. രചന സംവിധാനം രവി. അവലംബം ഷേക്സ്പിയർ കൃതികൾ. Hi, dude. Rosencrantz. Guildenstern. Rosencrantz. Guildenstern. Rosencrantz. ആരെങ്കിലും കേട്ടാൽ വിചാരിക്കും നമ്മൾ പേര് പറഞ്ഞ് പഠിക്കുകയാണ്. ഓ ബ്രോ, ഈ തണുപ്പത്ത് മരവിച്ചിരുട്ടിലേക്ക് തുറച്ചു നോക്കി എത്ര നേരമായി കാത്തിരിക്കുന്നു നാം. ഇതെന്തിനാണിത്? ഗഡോ വരുമോന്നറിയാനോ? ആരാണ് നമ്മൾ? വ്ളാഡിമിർ എസ്ട്രഗൻ. ശരി, ആ കളി കളിക്കാൻ നമുക്ക് ഇനി കുറച്ചു നേരം. വ്ളാഡിമിർ എസ്ട്രഗൻ എന്നതിൽ ഒരാളാവണമെന്ന് പറഞ്ഞാൽ നീ ഏതാവും ബ്രോ? ഞാൻ വ്ളാഡിമിർ ആവും. എനിക്കല്ലേ കുറേശ്ശെ കഷണ്ടിയുള്ളത്. ഓ, വ്ളാഡിമിർ കഷണ്ടിയാണോ? തീർച്ചയില്ല, പക്ഷേ പേർ കേട്ടാൽ തോന്നില്ലേ? എത്ര നേരം കാത്തു നിൽക്കും നമ്മൾ? പ്രേതം വരുന്നവരെ. ഇങ്ങനെ മടുത്തതിൽ എങ്ങനെയാണ്? നമ്മുടെ ഹാംലെറ്റ് അയച്ചിട്ടല്ലേ നമ്മളിവിടെ വന്ന് ഇങ്ങനെ കുത്തനെ നിൽക്കുന്നത്. രാജകുമാരനാണെങ്കിലും നമ്മുടെ ഒപ്പം പഠിച്ച ചങ്ങാതി. അതെ, നമ്മൾ കണ്ണിൽ എണ്ണയൊഴിച്ച് ഒട്ടു നോക്കുന്നത് അവന്റെ അച്ഛനെ കാണാൻ, അയാളുടെ പ്രേതത്തിന്. നല്ല രസികൻ തണുപ്പ് അല്ലേ? കോച്ചി കളിക്കുന്നു, നിന്റെ പല്ല് കിടുകിട ഇടിക്കുന്നു. പക്ഷേ ഇവിടെ ഒരു പന്തികേടില്ലേ? ഞാൻ അതൊന്ന് വിവരിക്കുമ്പോൾ നീ ഒന്ന് ശ്രദ്ധിക്കണം. ഇപ്പോൾ കഥയിൽ എന്താണ് പിശക് എന്നങ്ങോട്ട് പിടികിട്ടുന്നതേയില്ല. ഞാൻ വിവരിക്കാം അത് ബ്രോ. ഈ പ്രേതത്തിനെ ശരിക്കും കണ്ടു എന്ന് കാവൽക്കാർ ആണയിടുന്നുണ്ട്. മരിച്ച രാജാവിന്റെ വേഷത്തിലാണത് വന്നതെന്ന്. അതായത് കണ്ടാലറിയാം അത് മൂപ്പരുടെ പ്രേതമാണെന്ന്. ഇവർ വാളോങ്ങിയും വീശിയും അതിനെ തുരത്താൻ നോക്കിയപ്പോൾ അത് പൊട്ടിച്ചിരിച്ചു. കൊക്കെ ചിരിച്ചു. ബാക്കി ഞാൻ പറയാം. ഒപ്പം നമുക്ക് ചുഴിഞ്ഞാലോചിക്കുകയും ചെയ്യാം. ശരി, ഈ നട്ടപ്പാതിരയ്ക്ക് മൂപ്പർ നടക്കാൻ ഇറങ്ങുന്നത് ഈ വഴിയാണ് എന്ന് മാത്രമേ ഉള്ളൂ? അതോ വേറെ എന്തെങ്കിലും ഉദ്ദേശത്തോടെയാണോ അയാൾ? ശരി, നമ്മുടെ ഇപ്പോഴത്തെ രാജാവ് സംഗതി അന്വേഷിക്കാൻ നമ്മളെ വിടുന്നു, അതത്രയും ശരി. പക്ഷേ എന്തുകൊണ്ട് ഹാംലെറ്റ് എന്തുകൊണ്ട് നമ്മളോട് അതുതന്നെ ചെയ്യാൻ ആവശ്യപ്പെടുന്നു ആവോ? അതായത് പ്രേതം നേരെ അവന്റെ അടുത്തേക്ക് പോകുന്നില്ല, എന്നാൽ അതിനെന്തോ പറയാനുമുണ്ട്. എന്തോ ഉദ്ദേശമായിട്ട് തന്നെ ആവണം അതിവിടെ ചുറ്റിത്തിരിയുന്നത്. എന്നാൽ ഈ തണുപ്പത്ത് ഒന്നും കുടിക്കാതെ. കശ്മതൻ അവനാണ് പ്രത്യേകം വാശി പിടിച്ചത്, നമ്മളൊന്നും കുടിക്കാതെ വേണം നോക്കി നിൽക്കണമെന്ന്. ഇതിലും ഭേദം ഗ്ഡോ എന്ന പണ്ടാരത്തിനെ കാത്തു നിൽക്കുന്നതായിരുന്നു ഈസ്ട്രഗൻ. ഞാനാണ് വ്ളാഡിമിർ, നീ ഈസ്ട്രഗൻ. ഹലോ ലോറൽ ആൻഡ് ഹാർഡി. ഹലോ, ആരാണ്? ഞാനാണ് പ്രേതം. എന്നെയാണ് നിങ്ങൾ ഇതുവരെ കാത്തു നിന്നിരുന്നത്. ഓ, എന്താണ് അതിന് തെളിവ്? നിങ്ങൾ കാത്തു നിൽക്കുകയായിരുന്നു എന്നതിനോ? അല്ല, പ്രേതം നിങ്ങളാണെന്നതിന്. അതെന്റെ ആക്സന്റ് കേട്ടാൽ തന്നെ അറിയില്ലേ. എന്താണ് ഇനി ID കൂടെ കൊണ്ടു നടക്കണം എന്നുണ്ടോ പ്രേതങ്ങളും? നല്ല തമാശ അല്ലേ? അതെ, ഒന്നാം തരം. അല്ല, ആക്സന്റ് തന്നെ വ്യത്യാസമൊന്നും തോന്നുന്നില്ലല്ലോ. എന്ത് വ്യത്യാസമുണ്ടെന്നാണ്? ഞങ്ങളെപ്പോലെ തന്നെയാണല്ലോ സംസാരിക്കുന്നത്. ഓഹോ, ഞാനത് മറന്നു. ഇന്നലെ ഡൗൺലോഡ് ചെയ്തിരുന്നു ഞാൻ പുതിയൊരു ആപ്പല്ല ആപ്പ്. ആപ്പെങ്കിൽ ആപ്പ്. അതാണ് ശബ്ദം നിങ്ങളുടേതുപോലെ തന്നെ ആയത്. അത് രൂപവും മാറ്റിക്കാണും. അതെ, നിങ്ങളെ കണ്ടാലുണ്ടല്ലോ ഇപ്പോൾ പ്രേതമാണെന്ന് തോന്നില്ല. ചിലർ ഇങ്ങനെയാണ്, വെറുതെ കണ്ണിൽ കണ്ട ആപ്പ് എല്ലാം വാങ്ങും, എന്നിട്ട് എന്താണ് കയ്യിലുള്ളതും കൂടി കളഞ്ഞു പൊളിക്കും. അതെ ബ്രോ, ഈ ആപ്പ് കാണാത്തവൻ ആപ്പ് വാങ്ങുമ്പോൾ, ഈ ആപ്പ് കാണാത്തവൻ ആപ്പ് വാങ്ങുമ്പോൾ ആരെങ്കിലും ചെയ്യുമോ ഇത്? പ്രേതത്തിന്റെ രൂപവും ശബ്ദവും ഒക്കെ ഉണ്ടായി കിട്ടാനാണ് ആളുകൾ സ്വതവേ കഷ്ടപ്പെടുക. ഇവിടെ ഈ മൺമൂസം പ്രേതം. നമുക്കേ പെട്ടെന്ന് ചോദിക്കാം, കക്ഷിയുടെ കാര്യം എന്താണ്? ഉറക്കം വന്നിട്ടേ തണുപ്പാണെങ്കിലോ? ഇയാൾക്കതില്ലെന്ന് തോന്നുന്നു, തണുപ്പ്. ഹലോ അങ്കിൾ പ്രേതം, എന്തോ പറയാനുള്ളത് കൊണ്ടാണ് നിങ്ങളിവിടെ ചുറ്റിത്തിരിന്നെന്ന് മനസ്സിലായി. അതെന്താണെന്ന് പെട്ടെന്നങ്ങോട്ട് പറഞ്ഞാൽ ഞങ്ങൾക്കങ്ങോട്ട് പറയാം. അതായത് എനിക്ക് എന്റെ മകനോട് ഒരു രഹസ്യം പറയാനുണ്ട്. പക്ഷേ അവന്റെ അടുത്തേക്ക് നേരിട്ട് പോകാൻ എനിക്കാവില്ല. അല്ല, അതിനൊരു കാരണവുമുണ്ട്. ഈ എഡിപ്പസ് കോംപ്ലക്സ് എന്നൊരു പ്രശ്നം അവനുണ്ടെന്ന് നാം മനസ്സിലാക്കുന്നു. സ്വന്തം അമ്മയോടുള്ള പ്രേമം അവനെ അസ്വസ്ഥനാക്കുന്നു. ഇതെല്ലാം ആര് പറഞ്ഞു? നാണമുണ്ടാവില്ലല്ലോ ഇങ്ങനെ ഓരോന്നെല്ലാം പുലമ്പൻ. പ്രേതമല്ലേ? ശ്രദ്ധിക്ക്, ഞാൻ തന്നെത്താൻ മരിച്ചതല്ല എന്ന് എല്ലാവർക്കും സംശയമുണ്ട് എന്നെനിക്കറിയാം. ഇപ്പോൾ എന്റെ ഭാര്യയെ ആസ്വദിക്കുന്ന ആ നീചൻ അവൻ ഞാൻ ഉദ്യാനത്തിൽ ഉറങ്ങിക്കിടക്കുമ്പോ എന്റെ ചെവിയിൽ ഒരു മാരക വിഷം ഒഴിക്കുകയായിരുന്നു. ഉദ്യാനത്തിൽ ഉറങ്ങിക്കിടക്കുകയോ?
കണ്ടാൽ പറയില്ലല്ലോ നിങ്ങൾ അത്രക്കാരനാണെന്ന്. ശരി, അതത്രയും നിങ്ങൾ പറയുന്നത് ശരിയാണെന്ന് വെക്കാം. എന്നാൽ ഹാംലെറ്റ് എന്തിനാണ് ഇങ്ങനെ അന്തം വിട്ടിരിക്കുന്നത്? എപ്പോഴും ആശയക്കുഴപ്പത്തിലാണ് തോഴൻ. ഒരുപക്ഷെ അച്ഛനെ കൊന്നതാണെന്ന് ആദ്യമാവാം. ഇവിടെ എന്തോ ചീഞ്ഞു നാറുന്നുണ്ട് എന്ന് എപ്പോഴും പറയുന്നത് കേൾക്കാം. ആവാം. അതല്ല രസം. അവസരം കിട്ടിയിരുന്നെങ്കിലേ അവൻ ചെയ്യുമായിരുന്നു ഇത്. എന്നെ കൊല്ലുമായിരുന്നു. വിഷവാതകം ശ്വസിപ്പിച്ചോ കഴുത്ത് ഞെക്കിയോ അത്ര പ്രേമമല്ലേ അവൻ ആ യക്ഷിയോട്. തിരക്കേടില്ലല്ലോ, നല്ല രസികൻ കുടുംബം. അച്ഛൻ പ്രേതം, അമ്മ യക്ഷി. അത് മാത്രമല്ല, ബന്ധങ്ങൾ എന്ത് ഫ്രീ. അപ്പോൾ ശരി അങ്കിൾ പ്രേതം, ഈ വിവരം ഞങ്ങൾ അവിടെ അറിയിക്കാം കേട്ടോ. അതായത് പുത്രനെ രാജാവിനോട് പ്രേതം കാരണം പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല എന്നും ഉണർത്തിക്കാം. പോയി കിടന്നുറങ്ങാന്നോ? പുലരാതെ ഈ നേരം പോ. കൈയെടുക്കട എന്റെ മേലിൽ നിന്ന്. തലയൊക്കെ ആയിരുന്നോ ചമ്മാടി? കാരണവരെ നിങ്ങളുടെ ഉറക്കം കളഞ്ഞിട്ട് ഈ പയ്യാനും പറയാനല്ലേ പൊതുങ്ങിയിരുന്നത് ഇവിടെ. ഒറ്റ വീക്ക് തന്നാലുണ്ടല്ലോ ഞാൻ. പോ. കത്തുന്നതിയെ കത്തിക്കയറുന്നതിയെ കുണ്ടങ്ങളെ ഈ കുണ്ടങ്ങളെ നക്കുന്നതിയെ നക്കിയുണക്കുന്നതിയെ നാളങ്ങളെ ഈ നാളങ്ങളെ പൊള്ളുന്നതിയെ പൊള്ളിച്ചുരുക്കുന്നതിയെ. സോളിലൊക്കെ എന്ന് പറയും. അത് ഏറ്റവും നന്നായി ചെയ്യാൻ സാധിക്കുക റേഡിയോ പ്ലേ എന്ന മാധ്യമത്തിലാണെന്നും കേട്ടിട്ടുണ്ടാവും. എന്നാൽ ഹാംലെറ്റ് എന്ന ആ പഹയനാണ് സോളിലൊക്കെ എല്ലാം കൊടുത്തത്. നല്ല ഭാഷയിൽ എഴുതിയ നല്ല വരികളെല്ലാം കവി അയാൾക്ക് കൊടുത്തു. വിഷണ്ണനും അസ്തപ്രജ്ഞനും ഇതികർത്തവ്യ താമൂഢനും ആയിരിക്കെ തന്നെ അയാൾ നന്നായി സംസാരിക്കുന്നുണ്ട്. വിശേഷിച്ച് ആത്മഭാഷണം. പഴുതാര ചൊരിത്തവള നീർക്കൂലി പെരുച്ചാഴി പീളക്കണ്ണനുമുണ്ടെങ്കിൽ ഈ വിശേഷിച്ച് ആത്മഭാഷണങ്ങൾ. മനസ്സിലായിരിക്കുന്നു, ഇത് എന്റെ സ്ഥലവും കാലവുമല്ല, നാടകവും വേറെയാണ്. പക്ഷേ ദുസ്വാതന്ത്ര്യം എടുക്കുകയാണ് ഞാനെന്ന് ആരെങ്കിലും പറഞ്ഞാൽ സമ്മതിച്ചു തരില്ല ഞാൻ. ലേഡി മാക്ബത്ത്, അങ്ങനെയാണ് എല്ലാവരും എന്നെ വിളിക്കുക. എന്താണ്, എനിക്ക് സ്വന്തമായൊരു പേർ വേണ്ടേ? ഗ്രൗച്ചോ. ഹേയ്, ആ പേരൊന്നും എനിക്കിഷ്ടല്ല. ഞാൻ സിൽവിയ ആവാം. നല്ല പേരല്ലേ സിൽവിയ? കവിതയൊക്കെ എഴുതിയ ഒരു സിൽവിയ ഉണ്ടല്ലോ വേറെയല്ലേ? പ്ലാൻ ചൂളങ്ങൾക്കിടയിൽ നാം മൂവർ ദുർമന്ത്രവാദിനികൾ. എന്ത് നല്ലതെന്ത് ചീത്ത എല്ലാം ഭയാനകം. കേട്ട വാർത്ത ഭയങ്കരം, കേൾക്കാനുള്ളത് ഭീകരം. ഭയങ്കരം ഭീകരം ഭയങ്കരം ഭീകരം ഭയങ്കരം ഭീകരം ഭയാനകം ഭയാനകം ഭയാനകം. എന്തൊരിരുട്ട്! ഇത്ര ഇരുട്ടുള്ള ഒരു രാത്രി ഞാൻ കണ്ടിട്ടേയില്ല. ഈ കൊച്ചു കൈകൾ ലോകത്തിലെ സകലമാന സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ട് കഴുകിയാലും പോവുമോ എന്റെ കയ്യിലെ ചോരക്കറ? നോക്കുക, കണ്ടാൽ എത്ര മനോഹരം, എന്തൊരു മാർദ്ദവം, പൂവിതൾ പോലെ എന്നെല്ലാമല്ലേ വർണ്ണിക്കുക. ഈ കൈകളാണ് കൊലപാതകം ചെയ്തതെന്ന് ആര് വിശ്വസിക്കും? ഓ, ഞാൻ അങ്ങനെയൊന്നും മഴകില്ല. എന്തിനു ഞെട്ടണം? നോക്കുക, കുറ്റം ചെയ്യാനുള്ള വാസന എല്ലാവർക്കും ഉള്ളതല്ലേ. എന്റെ കൈകൾ പൂ പോലെ മൃദുലമാണെന്ന് കരുതി എനിക്ക് കൊല്ലാതിരിക്കാൻ പറ്റുമോ? എനിക്കും ചെയ്യണ്ടേ പാപം? ഞാൻ എത്ര കാലം പിൻവലിയും, എത്ര തന്നെ ഒതുക്കി വയ്ക്കും? ഒരു സ്ത്രീയല്ലേ ഞാൻ. ജലദോഷമുണ്ട്, ക്ഷമിക്കണം. ത്വര, വാഞ്ച, ആസക്തി,
എല്ലാം സ്വാഭാവികമല്ലേ? ആണുങ്ങളെപ്പോലെ ഓരോ പെണ്ണിനുമുള്ളതാണിതെല്ലാം. സമൂഹം വെറുതെ ഹിസ്റ്റീരിയ എന്നെല്ലാം പറഞ്ഞ് ഞങ്ങളെ അടിച്ചമർത്തിക്കൊണ്ടിരുന്നു എന്ന് മാത്രം. ഹോർമോൺസ് ബേബി അത് ഉറങ്ങാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നിലാവ് എന്റെ അഭിനിവേശത്തെ ഉണർത്തുന്നു. എന്തിന് 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 ഞാൻ സ്വയം ഒതുക്കി വെക്കണം? എനിക്ക് എന്റെ മുക്തി, മൂർച്ച, മോക്ഷം തന്നെ മുഖ്യം. എന്റെ വികാര പ്രകടനങ്ങൾ, പ്രദർശനങ്ങൾ, പ്രകമ്പനങ്ങൾ നേരിടാൻ കെൽപ്പില്ലാത്തത് കൊണ്ടല്ലേ ആണുങ്ങളെ നിങ്ങൾ എന്നെ ചങ്ങല കൊണ്ട് കെട്ടിയിട്ടത്. എന്റെ പാദങ്ങൾ ചെറിയ ചെരുപ്പുകളിൽ തിരികെ നിർത്തി എന്നെ ഓടിപ്പോവാൻ കഴിയാത്തവളാക്കിയത്. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? നീണ്ട കഴുത്താണ് പെണ്ണിന് അഴകെന്ന് പറഞ്ഞ് വളയങ്ങളിട്ട് വലുതാക്കിക്കൊണ്ടിരിക്കും ഈ ആണുങ്ങൾ. കൂടുതൽ വളയങ്ങൾ ഇടുന്നതിനനുസരിച്ച് നീളം കൂടിക്കൊണ്ടിരിക്കും കഴുത്തിന്റെ. എന്നിട്ട് എന്താണ്? എന്നെ മടുത്താൽ, അല്ലെങ്കിൽ എന്നോട് എന്തെങ്കിലും പക തോന്നിയാൽ ആ വളയങ്ങളിൽ 3-4 അഴിച്ചെടുക്കുന്നതും എന്റെ കഴുത്ത് ഒടിഞ്ഞു വീഴും. എന്തിനു കൊള്ളും പിന്നെ എന്നെ? എന്തെങ്കിലും പറ്റുമോ എനിക്ക്? ചാവുകയല്ലാതെ. നാടകകൃത്ത് സെക്സിസ്റ്റ് തന്നെ, സംശയമില്ല. അയാൾ ഉദ്ദേശിക്കാഞ്ഞിട്ടും സ്വയം നന്നായി പോയവരായിരിക്കും മിക്ക പെൺകഥാപാത്രങ്ങളും. മിറാണ്ട, പെർഡിറ്റ, ഹെർമിയോൺ, പൊലീന, ബിയാങ്ക എല്ലാം രസികൻ പേരുകൾ. പക്ഷേ സുന്ദരി ബൊമ്മകൾ തന്നെയല്ലേ മിക്കവരും, ഞാനൊഴികെ. ഈ സൗന്ദര്യം ആർക്കും ആസ്വദിക്കാൻ നൽകാതെ പട്ടടയിലേക്ക് എടുത്താൽ അത് പാപം എന്ന് വയലാണോ പറയുന്നത്? പ്രേമിക്കാൻ കൂട്ടാക്കാത്ത ഒലീവിയ എന്ന പ്രഭുയോട് ആണോ ആവോ? കടലടുക്കും കടലെടുക്കും കടലൊടുക്കും ഉടലോ കടലാടിയോ കടലോടിയോ കടലാടിയോ കൊല്ലും ഞാൻ. മനസ്സിലായോ? ഭരട്ട ലോകമേ, നീരാളി എവിടെ? പൂത്തിന്ദ്രാവകം മയിലെണ്ണ, തേളിട കരളിനെയ്യ് ചിലന്തി വിഷം, പുകമാറാള. എന്നിട്ടെന്താണ്? സ്വപ്നത്തിൽ പോലും ഒരു പുരുഷനടുത്തെത്തിയാൽ ഞാൻ ആകെ ചകിതയാവും. മേലാസകലം വിറകൊള്ളും. എന്റെ തൊണ്ട വരളും. അണച്ചും കിതച്ചും ഞാൻ ആകമാനം തളർന്നതുപോലെ കുഴഞ്ഞു വീഴും. ഓ, ഹോർമോൺസ് ബേബി. 2, 3, 4. കുളിര് കുളിര് കുടിക്ക വേണം കനലിൽ ചാരായം. കുളിര് കുളിര് കുടിക്ക വേണം കനലിൽ ചാരായം. കുളിര് കുളിര് കുടിക്ക വേണം കനലിൽ ചാരായം. കനലിൽ ചാരായം. മിണ്ടാതെ ഇറങ്ങിപ്പോവാൻ വരട്ടെ ഹാംലെറ്റ്. നിൽക്കൂ, എനിക്ക് സംസാരിക്കാനുണ്ട്. നോക്കൂ, അവനോട് നിൽക്കാൻ പറയൂ. ഞാൻ പറഞ്ഞാൽ കേൾക്കില്ല അവൻ. ഓമനെ, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? പറഞ്ഞാൽ കേൾക്കുമോ നീ? പറഞ്ഞു നോക്കൂ ഓമനെ. എന്താണ് ഹാംലെറ്റ്, പരിഹസിക്കുകയാണോ നീ? എന്തിന്? എന്നെ ഒന്ന് വെറുതെ വിടാമോ? എനിക്ക് നിങ്ങളുടെ പരിഹാസത്തിലൊന്നും ഒരു താല്പര്യവുമില്ല. എനിക്ക് താല്പര്യമുണ്ട് ഹാംലെറ്റ്. ഉത്തരവാദിത്വവും. എന്നോടുള്ള ദേഷ്യത്തിന് നീ യൂണിവേഴ്സിറ്റി വിട്ടുവന്നു. എന്നാൽ ഇവിടെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ നീ? രാജകുമാരനാണെന്ന കാര്യം കൂടി മറന്നാണ് നിന്റെ. ഞാൻ എന്തു ചെയ്യണമെന്നാണ്? നീ പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയല്ല ഞാൻ. പക്ഷേ നിന്റെ പെരുമാറ്റം വളരെ വിചിത്രമായിരിക്കുന്നു. നിന്നെ അറിയുന്നവർ പറയുന്നുണ്ട് നീ വല്ലാതെ മാറിയിട്ടുണ്ടെന്ന്. അതിനിടയിൽ പൊളോണിയസ് പറഞ്ഞില്ലേ ഒരു കാര്യം? അതിനെക്കുറിച്ചും സംസാരിക്കാം, വരട്ടെ. സംസാരിക്കാം. പക്ഷേ ഇയാൾ ഇവിടെ നിന്ന് മാറണം ആദ്യം. എന്നാൽ മാത്രമേ ഞാൻ മാറിത്തരാം. എക്സ്ക്യൂസ് മീ,
അല്ലെങ്കിലും എനിക്ക് കുറച്ച് ജോലിയുണ്ട് ഓമനെ. രാജ്യഭാരം. അതെ കുമാര, തൽക്കാലം അത് എന്റെ സുമലതയാണല്ലോ. കാണാം നമുക്ക് വീണ്ടും. ബൈ. ഒരിക്കൽ നിനക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല ഹാംലെറ്റ്, ഡാർക്ക് ബ്ലൂ ബ്ലാക്ക് ആണെന്ന് വിചാരിച്ച് ഒരു റെഡിമെയ്ഡ് ക്ലോക്ക് വാങ്ങിക്കൊണ്ടുവന്നു ഞാൻ. പിന്നെ ശരിക്കും പകൽ വെളിച്ചത്തിൽ നോക്കിയപ്പോൾ അത് വെറും കാക്ക കറുപ്പാണെന്ന് കണ്ടു. അതുകൊണ്ട് ഗുണമുണ്ടായല്ലോ. മൂപ്പർ തീപ്പെട്ടപ്പോൾ അതല്ലേ അണിഞ്ഞിരുന്നത് രാജ്ഞി. ഞാൻ പറഞ്ഞു കഴിഞ്ഞിരുന്നില്ല ഹാംലെറ്റ്. വാങ്ങിയത് തെറ്റിപ്പോയെങ്കിലും ഞാൻ ഇപ്പോഴും അതിൽ ബ്ലൂ ടിഞ്ച് ഉണ്ടെന്ന് തന്നെ വിശ്വസിക്കുന്നു. അത് വെറും കറുപ്പല്ല എന്ന്. നല്ലതാണ്. കറുപ്പ് ഇനിയും വാങ്ങിവെക്കാം. ദുഃഖാചരണം ഇനിയും വേണ്ടിവരും. കൊല്ലുമോ നീ ഇയാളെ? നോക്കട്ടെ. ഇടയ്ക്കിടയ്ക്ക് ദ്വന്ദ്വയുദ്ധം വാൾപ്പയറ്റിനൊക്കെ വിളിച്ചു നോക്കാം. എന്തായാലും പൂന്തോട്ടത്തിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ അയാളുടെ ചെവിയിൽ വിഷമൊഴിക്കില്ല ഞാൻ. ഒരിക്കലും അദ്ദേഹം മറ്റൊരാൾ കാണുകെ ഉറങ്ങിക്കിടക്കില്ല അങ്ങനെ ഹാംലെറ്റ്. ആലോചിക്കാൻ കൗതുകമുണ്ട്. എന്തുകൊണ്ട് കാതിലൊഴിച്ചു എന്തോ? രസമാണോ ഒഴിച്ചത്? ഒന്നും നോക്കാൻ സമയം തരാതെ പെട്ടെന്ന് സംസ്കരിച്ചു കളഞ്ഞല്ലോ അദ്ദേഹം. എന്താണ്, നിനക്കും ഹോംസ് കളിക്കേണ്ടിയിരുന്നോ? എന്ത് സൗകര്യം. പെട്ടെന്ന് കുഴിച്ചിട്ടു അദ്ദേഹം. രാജ്ഞിയും പുതിയ രാജാവും കൂടി. എന്നെ ഒന്നും പറയാൻ സമ്മതിക്കുകയില്ല നീ, അല്ലേ? അതെന്തിന്? ആർക്കു വേണം നിങ്ങളുടെ വ്യക്തത? നോക്കൂ ഹാംലെറ്റ്, നീ ഒന്ന് മുതിരാൻ നോക്ക്. വളരെ. എന്റെ അച്ഛൻ മരിച്ചു, അച്ഛനെ ആരോ കൊന്നു, അമ്മ വേറെയാളെ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ വിതുമ്പിക്കൊണ്ടിരിക്കാൻ നീ എന്താ ഒരു താരിളം പൈതലാണോ? കൊല്ലട. നീ എന്തെല്ലാം ചീത്ത വിളിച്ചാലും ഞാൻ നിന്റെ അമ്മ തന്നെ. പിന്നെ ഒറ്റ ഒരാളെ സ്വന്തമായി ഇഷ്ടപ്പെട്ടു എന്നല്ലാതെ ഞാൻ തെറ്റൊന്നും ചെയ്യുന്നില്ല. വേറെ എന്തെങ്കിലും? എല്ലാം ഇപ്പോൾ തന്നെ പറഞ്ഞു തീർക്കുന്നതാണ് നല്ലത്. ഇനി എന്നെ ഇങ്ങനെ കിട്ടിയെന്ന് വരില്ല. ഹാംലെറ്റ്, ഒഫീലിയ നല്ല കുട്ടിയാണവൾ. കുറച്ച് അമ്പരപ്പുണ്ടെന്നേ ഉള്ളൂ. വായിച്ചിട്ടുണ്ട് കുറെ ലെറ്റസ്. അവനുവേണ്ടി വാങ്ങിയ പുസ്തകങ്ങൾ അവളും പഠിച്ചു. ശരി, അതിനെന്താണ്? അല്ല, ഒഫീലിയ സുന്ദരിയുമാണ്. അവളുടെ താടിയിലെ ആ അരിമ്പാറ എടുത്തു കളയണം എന്ന് മാത്രം. അതത്ര നല്ല ലക്ഷണമല്ല. ഞാൻ അതിനുവേണ്ട ഏർപ്പാട് ചെയ്തു കൊടുക്കാം. ഇതെല്ലാം എന്നോട് എന്തിനു പറയുന്നു? ഇതാണ് പ്രശ്നം ഹാംലെറ്റ്. ഈ ശങ്കയാണ് നിന്റെ കുഴപ്പം. നിനക്ക് അവളോട് ഇഷ്ടമാണ്. നീ പ്രേമലേഖനം കൊടുത്തിട്ടും കൂടിയുണ്ട്. അതാണ് ആ പൊളോണിയസ് കണ്ടുപിടിച്ചിരിക്കുന്നത് ഇപ്പോൾ. നോക്കൂ, എനിക്ക് ഇതിനൊന്നും നേരമില്ല എന്ന് തോന്നുന്നു. എന്തിന്? പ്രേമിക്കാനോ? ഇങ്ങോട്ട് നോക്കൂ ഹാംലെറ്റ്, നിനക്ക് ഞാൻ ധാരാളം, ഇഷ്ടം പോലെ, പാടുള്ളതിലധികം തന്നിട്ടുണ്ട് സ്നേഹം. നിനക്കത് വളരെയധികം വേണ്ടിയിരുന്നു. അദ്ദേഹമുണ്ടായിരുന്നപ്പോൾ എന്റെ സ്നേഹം പങ്കുവെച്ചു പോകുന്നത് നിന്നെ ചോടിപ്പിച്ചു. വേണ്ട, അദ്ദേഹം കിദ്ദേഹം എന്നൊന്നും പറയണ്ട. ഇപ്പോഴും അതുതന്നെയാണ് നിന്റെ പ്രശ്നമെന്ന് എനിക്കറിയാം. നീ എന്റെ മകനാണ് ഹാംലെറ്റ്, അത് മനസ്സിലാക്കണം. പിന്നെ ഞാനൊരു സ്ത്രീയാണ്. എനിക്ക് വേണ്ടത് എന്തെല്ലാമാണെന്ന് എനിക്കാണറിയുക. അദ്ദേഹം, നിന്റെ അച്ഛൻ, എങ്ങനെയുള്ള ഒരാളാണെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ ആരെങ്കിലും എന്നെങ്കിലും? ഒരു സ്ത്രീയെ മോശക്കാരിയാക്കി ചിത്രീകരിക്കാൻ എന്തൊരു ഉത്സാഹമാണ് എല്ലാവർക്കും. കപട ലോകം, അങ്കുശമില്ലാത്ത ലോകം. ഒന്ന് നിർത്തുന്നുണ്ടോ ഈ നാടകം? ഒഫീലിയ എന്ന നമ്മുടെ ഫ്രണ്ട് ഇങ്ങനെ ഒരു ക്രൈസിസ് കാരണം വിഷമിച്ചിരിക്കുമ്പോൾ കുറച്ചുപേർ വിളിച്ചുകൂട്ടി ഒരു വോയിസ് കോൺഫറൻസ് നടത്താമെന്നത് എന്റെ ആശയമായിരുന്നു. ബൈ ദ വേ, ഞാൻ കോഡീലിയ, ലയർ രാജാവിന്റെ മകൾ. പ്രിയപ്പെട്ട മകൾ എന്ന് പറയൂ. ഞാൻ ഡെസ്റ്റിമോണ, നാടകം ഒഥല്ലോ. സിൽവിയായി വന്ന ചതന്തന് ഞാൻ. ആളില്ലാതെ ഏത് വേഷം കണ്ടാലും ഞാനത് വാരിയെടുക്കും. ജൂലിയറ്റ്, ഒരു ഫാൻസി ഡ്രസ് പാർട്ടി കഴിഞ്ഞു വരികയാണ് ഞാൻ. റോമിയോ ഇല്ലാതെ ആൺവേഷം കെട്ടി കഴിയേണ്ടി വരുന്ന കന്യകയായി ഞാൻ. വയോല, എനിക്ക് വേണ്ടിയാണ് നമ്മൾ ഇവിടെ കൂടിയതെന്ന് പറഞ്ഞതുകൊണ്ട് എന്നെ എല്ലാവർക്കും അറിയായിരിക്കും. ഒഫീലിയ, ഞാൻ ഹാംലെറ്റ് രാജകുമാരന്റെ സ്വീറ്റ് ഹാ. ഞാനല്ല, ഈ ഒഫീലിയ. ഞാൻ വിചാരിച്ചത് ഇങ്ങനെയുള്ള ഒരു ആവൽഘട്ടത്തിൽ അന്യ നാടകങ്ങളിൽ നിന്നുള്ള നമ്മൾ 1, 2, 3, 4 പെണ്ണുങ്ങൾ, ഗേൾസ്, ലേഡീസ്. 4 പെണ്ണുങ്ങളിൽ ഒരാൾക്ക് ശങ്കയുണ്ട്. സാരില്ല വയല, നിന്റെ ശബ്ദം ബ്യൂട്ടിഫുൾ പെണ്ണാണ്. നല്ല ശബ്ദമാണോ എന്റെ ജൂലിയറ്റ്? ഓ യെസ്, ഓസം. താങ്ക് യു. ഞാൻ സാധാരണ ഇങ്ങനെയാണ് കേട്ടോ സംസാരിക്കുക. ഇങ്ങനെയാണ് കേട്ടോ. ഇതാണ് കേൾക്കാൻ രസം, ഒരു പ്രത്യേക തരം ശബ്ദം. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ, നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഇവക്ക്. എക്സ്ക്യൂസ് മീ, ഞാൻ ഫുൾ. ഷോ, ഞെട്ടിപ്പോയി ഞാൻ. ഇങ്ങനെ കേൾപ്പിക്കരുത് കേട്ടോ, ഫോളായാലും ആരായാലും. ഫൂൾ, ഇതാരുടെ കൂടെ വന്നു? ഞാൻ പറഞ്ഞതല്ലേ എന്റെ പിന്നാലെ വരണ്ടെന്ന് പറഞ്ഞിരുന്നു, പക്ഷെ ഞാൻ വന്നു. ഇയാൾ വന്നപ്പോ ഒരു പുതിയ മണം ഇവിടെ. ഐ ബോഡി സ്പ്രേസ് ഒന്നും ഉപയോഗിക്കില്ല എന്നേയുള്ളൂ. ചീത്ത വാസന ഒന്നുമില്ലല്ലോ. സ്റ്റിങ്കിങ്. എങ്ങനെ നിൽക്കും നമ്മളിവിടെ? വോയിസ് കോൺഫറൻസ് ആയിട്ട് തന്നെ. ഇങ്ങനെയാണെങ്കിൽ അയാൾ ഇവിടെ നേരിട്ട് വന്നിട്ടുണ്ടായിരുന്നെങ്കിലും.
ഒരുപക്ഷെ ജൂലിയറ്റ് നിൽക്കുന്നിടത്ത് തന്നെയാവും. അല്ല ഫൂൾ, ആരും വിളിച്ചില്ലല്ലോ നിങ്ങളെ ഇങ്ങോട്ട്. പിന്നെ എന്തിനാണ്? സാരല്ല കോർഡിലിയ, അയാൾക്ക് എന്തെങ്കിലും പറയാണ്ടാവും. വെറുതെ ആരും വലിഞ്ഞു കയറി വരില്ലല്ലോ. അതെ, അവിടെ നിന്നോട്ടെ. ഒന്നുമില്ലെങ്കിലും ഒരു ഫോളല്ലേ, ചിലപ്പോ ആവശ്യം വരും. ഞാനല്ല ഇപ്പോൾ വന്നത്, ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. നിങ്ങളെല്ലാമാണ് വന്നത്. നല്ല സൂത്രം. തർക്കിക്കുന്നു നോക്കുവാ. ഏയ്, ഇത് ഞങ്ങളുടെ ചാറ്റാണ്, ഞങ്ങൾ തുടങ്ങിയത്. അതിലെങ്ങനെ നിങ്ങൾ ആദ്യം ഉണ്ടാവും? എന്തെങ്കിലും കൊടുത്താ പോവായിരിക്കും ഒരു പക്ഷേ. ചോദിച്ചു നോക്ക് ചേച്ചി. എന്നെ ചേച്ചി എന്നൊന്നും വിളിക്കേണ്ട ജൂലിയറ്റ്, നമ്മളൊക്കെ ഒരേ ഒപ്പമല്ലേ? എനിക്ക് തോന്നുന്നത് ഒരു സ്ലേവ് പോലെയാണ് ഈ ഫൂൾ എന്നാണ്. കോടിയിൽ വന്നപ്പോൾ കൂടെ പോന്നു. രസാണല്ലോ. എനിക്കും വേണം ഒരു സ്ലേവ്. ഡ്രാക്കുല അങ്ങോർക്കില്ലേ ഒരു അടിമ? അതേപോലെ. അടിമ എന്നൊക്കെ പറഞ്ഞ് പുലിവാല് പിടിക്കണ്ടോ വേല? കാലം മാറിയില്ലേ? അയ്യോ, എനിക്ക് തീരെ പോരാട്ടോ ഈ വേഷം. അലറാനോ അട്ടാസിക്കാനോ ഒന്നും ഇല്ലാതെ ഒരു രസമില്ല. ഞാൻ പോവാൻ പറയണം അയാളുടെ എന്നാണോ? ഓ ഓ ഓ, അയാൾ അവിടെ നിന്നോണ്ട് ജൂലിയറ്റ്. വാസന അധികം കൊഞ്ചണ്ട ജൂലിയറ്റ്, അങ്ങനെ ഇപ്പൊ കുട്ടിയാവണ്ട നീ. ഒന്നല്ലേ തിരക്ക് വീട്ടല്ലേ. അതിപ്പോൾ ഞാൻ വിചാരിച്ചാൽ തന്നെ എനിക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല. പിന്നല്ലേ നിങ്ങൾ പറഞ്ഞിട്ട്. ശരി ശരി ശരി, മിണ്ടാതിരുന്നാ മതി കേട്ടോ. ഞങ്ങളൊരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനാണ്. അതെനിക്കറിയാമല്ലോ. ഓഫീലിയ എന്ന പെണ്ണിനെ വിശുദ്ധയെ പ്രഖ്യാപിക്കാനല്ലേ? ഹേയ്, എന്തൊക്കെയാണ് ഇയാൾ ഈ പറയുന്നത്? പക്ഷെ ആരും പേടിക്കണ്ട, ആളാണെന്നേ ഉള്ളൂ ഇയാൾ. നമ്മളെ ഒന്നും ചെയ്യില്ല, സംശയിക്കണ്ട. അപ്പൊ നമുക്ക് തുടങ്ങാം. ഗായ്സ്, ആദ്യം മാം ഡെസ്റ്റിമോന. എന്താണാവോ എന്നെ ആരും ശ്രദ്ധിക്കാത്തത്? മാം ഒന്നുമല്ല ഞാൻ. എന്നെപ്പറ്റി പറഞ്ഞാൽ സുന്ദരി, സുശീല, സുഭദ്ര, സുമിത്ര എല്ലാം കൂടി ആയിപ്പോയതാണ് എന്റെ പ്രശ്നമെന്ന് തോന്നുന്നു. ഞാനിത് പോസ്റ്റ് ചെയ്ത ഒരു സെൽഫി, എല്ലാവരും നോക്കണേ. ആ കണ്ണിങ്ങനെ മിഴിച്ചോളൂ എപ്പോഴും. ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ അബദ്ധമായല്ല, അത്ര പ്രേമമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അയാളുടെ കൂടെ പോയത്. പക്ഷെ പൊസസീവ്, അതുപോലെ സംശയം, തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം ഓരോ വ്യാഖ്യാനം. ഞാൻ ഏകദേശം നരകത്തിലാണെന്ന് വരെ തോന്നും ചിലപ്പോൾ. നരകം മറ്റുള്ളവരാണെന്ന് പറയും. മനസ്സിലാണോ അതൊന്നും കേട്ടിട്ടുണ്ട്. ഭർത്താവ് ഉണ്ടെങ്കിലുള്ള ഒറ്റ ഗുണം, അയാൾ പ്രസന്റബിൾ ആണെങ്കിൽ അയാളുടെ കൂടെ സെൽഫീസ് എടുത്ത് പോസ്റ്റ് ചെയ്താൽ നമ്മുടെ ബോയ് ഫ്രണ്ട്സ്, കാമുകന്മാർ ജലസായിക്കോളും എന്നതാണ്. ഞാനുണ്ടല്ലോ ഫീലിയ, എനിക്കിത്ര ചുരുക്കിയൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ ശ്രമിക്കാം. അതിന് ഡെസ്റ്റിമോണ ചേച്ചി പറഞ്ഞു കഴിഞ്ഞില്ലല്ലോ. സാരമില്ല, കോടിയിലെ പറയട്ടെ. അല്ലെങ്കിലും എനിക്ക് അത്ര രസമുള്ള ഒന്നുമില്ല പറയാൻ. പ്രേമിക്കുന്ന ആ കാലം തന്നെയാണ് ഭേദം. അപ്പോഴത്തൊന്നും ഓർക്കാൻ കൂടി കിട്ടുന്നില്ല. പക്ഷെ ഇപ്പോൾ കുറച്ചു കാലം കഴിയുമ്പോഴേക്കും. ഏയ്, ഡാഡീസ് ഗേൾ എന്ന് വിളിക്കരുത് കേട്ടോ എന്നെ ആരും. ഈ ശബ്ദമാണ് എനിക്ക് ഏറ്റവും പരിചയം. മിണ്ടാതിരിക്കുക ഫൂൾ, ഇത് ഞാനാണ്. അപ്പോൾ ഒരു ദിവസം അച്ഛൻ ഞങ്ങൾ 3 ഗേൾസ് മക്കളെ അടുത്തേക്ക് വിളിച്ചു. അച്ഛനോട് എത്ര സ്നേഹമുണ്ട് ഓരോരുത്തർക്കും എന്ന് പറയാൻ പറഞ്ഞു. അയ്യേ, ഇതെന്തോ ഓൾഡ് ഫാഷൻഡ് ആണ്. ഇതൊക്കെ പറയണോ ഇങ്ങനെ? അതും അച്ഛനോട്. സ്നേഹം ഉണ്ടെങ്കിലുണ്ട്, ഇല്ലെങ്കിലില്ല, അത്രയല്ലേ ഉള്ളൂ. പറയൂ കോടില്ല. എന്നിട്ട് ലോർഡ് പെൺമക്കളോടൊപ്പം കഴിയുന്ന കഥയില്ലേ? ഞങ്ങളെപ്പറ്റി അങ്ങനെ വിചാരിക്കുന്നവരും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ അച്ഛൻ ഞങ്ങൾ 3 ആളെയും വിളിച്ച് മുന്നിൽ നിർത്തിയിട്ട് ചോദിച്ചു, ആർക്കാണ് അധികം സ്നേഹമെന്ന്. ഞാൻ മിണ്ടാതിരിക്കുന്നത് നിങ്ങളുടെ എല്ലാം ഭാഗ്യം. ഓരോരുത്തരും കണക്ക് പറയണം. ഷോ, എനിക്കൊന്നും പറ്റില്ല. എനിക്ക് അവനോട് പ്രേമാണോ പ്രണയാണോ എന്നും കൂടി എനിക്കറിയില്ല. അയ്യോ, എനിക്ക് അവനെ ഭയങ്കര ഇഷ്ടാ. അതന്നെ. അത് അവനല്ലേ കുട്ടി, കാമുകൻ. ഇത് അച്ഛനല്ലേ? എന്നാലും വല്ലാത്തൊരച്ഛൻ. ഇങ്ങനൊരു അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഞാൻ അയാളെ കൊല്ലുമായിരുന്നു, അല്ലേ? കണക്കെന്ന് വെച്ചാൽ വർണ്ണിച്ചാൽ മതി. ഉദാഹരണത്തിന് കടലിന്റെ ആഴത്തോളം, ആകാശത്തിന്റെ നീലിമയോളം, രാത്രിയുടെ എന്നല്ല പ്രാവിന്റെ കുറുകലോളം. ഞാൻ കേട്ടിരിക്കുന്നു ജൂലിയറ്റ്, നിന്റെ പ്രാവിനെ പറ്റി. കൃത്യമായി റൂമ് എവിടെയാണെന്നൊക്കെ കണ്ടുപിടിച്ച് കൊണ്ടുപോയി കൊടുക്കും നീ അയക്കുന്നത്. അയ്യോ, എന്താ, ഞാൻ ഉമ്മ മാത്രമാണ് അയക്കുക. ഉമ്മയോ? പ്രാവിന്റെ കയ്യിൽ അയക്കുകയോ? ഓ, അതൊക്കെ പറ്റും വേല. പ്രാവിന്റെ കൊക്ക് കണ്ടിട്ടില്ലേ? ഹൗ റൊമാൻറ്റിക്. പിന്നെ സെറനേറ്റ്, അത് കേട്ടിട്ട് എനിക്ക് തോന്നുന്നൊരു അസൂയ. ഇടയ്ക്കിടയ്ക്ക് വന്ന് പാടുമോ റോമിയോ? സമയം കിട്ടുമ്പോഴൊക്കെ. അവന് വേറെന്തെങ്കിലും ജോലിയുണ്ടോ അതിന്? ഇല്ല, അതല്ലേ പറഞ്ഞത്. സമയം കിട്ടുമ്പോഴൊക്കെ മട്ടുപാവിന് താഴെ വരും. അതായത് ആരും കാണാതെ വേണ്ടേ അത് പിന്നെ ആവാം, അച്ഛന്റെ ഈ കഥ കഴിഞ്ഞിട്ട്. ശരി, അപ്പോൾ എന്റെ ചേച്ചിമാർ 2 ആളും വർണ്ണന തുടങ്ങി. കൽപ്പാന്ത കാലത്തോളം, ചക്രവാള സീമകൾക്കപ്പുറം,
അഗാധ നീലിമ, ഇതെന്താണ് ഇതൊക്കെ? ഓക്കെ, ഉത്തുംഗ ശൃംഗം. അവസാനം എന്റെ ഊഴമായി. ഞാൻ ആദ്യം ഒന്നും പറയാൻ കൂട്ടാക്കിയില്ല. പിന്നെ അച്ഛന്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുന്നത് കണ്ടപ്പോ എന്തെങ്കിലും പറയണ്ടേ? ഡാർക്ക് ചോക്ലേറ്റ് വിത്ത് സീ സോൾട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു മേശമേൽ. അത് കണ്ട് ഞാൻ അത്ര ഇഷ്ടമാണ് അച്ഛനോട് എനിക്ക് എന്നങ്ങോട്ട് പറഞ്ഞു. എനിക്കിഷ്ടല്ല ഡാർക്ക്. അവിടെ ഞാൻ അറിയുന്ന ഒരാൾ ബിറ്റർ കഴിക്കും, അതും ഇഷ്ടം പോലെ. എനിക്ക് ജീവിതത്തിൽ ആകെ ഒരിക്കലാണ് ചോക്ലേറ്റ് വാങ്ങിക്കൊണ്ടു തന്നിട്ടുള്ളത്. പിന്നെ എന്താണ്, ഞാൻ വാങ്ങും ധാരാളം. ഭയങ്കര ചോക്കഹോളിക്കല്ലേ ഞാൻ. ആണല്ലേ? എനിക്ക് റെഡ് വൈൻ ആണ്. ഞാനിങ്ങനെ നോക്കിയിരിക്കുന്നു എപ്പോഴാണ് കോക്ടെയിൽ ടോക്ക് വരിക എന്ന്. എന്റെ കയ്യിൽ ഒരു കോക്ടെയിൽ എൻസൈക്ലോപീഡിയ ഉണ്ട്. പിന്നെ ഞാൻ പുതിയതോരോന്ന് കണ്ടുപിടിക്കുകയും ചെയ്യും. അത് എളുപ്പമാണല്ലോ. കുറച്ച് ട്രയൽ ആൻഡ് എറർ, ഓരോന്നൊക്കെ മിക്സ് ചെയ്ത് നോക്കും ഞാനും. ചിലത് ഒരാൾക്ക് ഇഷ്ടം. ഒരാൾക്ക് വയോള ഇങ്ങനെ ഒരാളെന്ന് പറയുന്നത് കേൾക്കാൻ നല്ല രസം. ഓ ദൈവമേ, എന്തൊരു ലൗഡ് ആണല്ലേ നമ്മൾ. ഓൾറൈറ്റ്, ഞാനിത് പറഞ്ഞു തീർക്കാം. ഡാർക്ക് കാരമൽ ചോക്ലേറ്റ് വിത്ത് സീ സോൾട്ട് എനിക്കിഷ്ടമായിട്ടായിരുന്നില്ല. പക്ഷെ പിന്നെ എല്ലാവരും എനിക്കത് കൊണ്ടുവന്ന് തരാൻ തുടങ്ങി. ഞാൻ എന്ത് ചെയ്യും? അതൊക്കെ അച്ഛന് കൊടുത്തുകൊണ്ടിരിക്കുന്നു. ക്രോണിക് ഡയബറ്റിക് ആയതുകൊണ്ട് കൊതിയുണ്ടാവുമല്ലോ അച്ഛന്. ഒരു തരം സ്ലോ പോയ്സണിംഗ് പോലെ ആവും എന്ന് തോന്നുന്നു. വയസ്സായവരോട് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം ദയാവധം തന്നെ. നീ മിണ്ടാതിരിക്കൂ ഫൂൾ. പിന്നെ ഞാൻ കല്യാണം കഴിക്കണ്ടെന്ന് വെച്ചു അച്ഛന് വേണ്ടി, അയാളെ നോക്കാൻ. ഇതൊക്കെ ആര് ചെയ്യും? ഏറ്റവും പ്രിയപ്പെട്ട മകൾ എന്നൊരു പേര് വീണു പോയില്ലേ? സഹിക്കാനല്ലേ പറ്റൂ. ഒരു ചുംബനം എന്താണെന്ന് കൂടി എനിക്കറിയില്ല. അതിപ്പോൾ ഞാനും ഇത്ര കാലം ഒപ്പം കഴിഞ്ഞിട്ടും ഞങ്ങൾക്കൊക്കെ അത് ഭയങ്കര അമൂല്യം. അത് സംഭവിക്കാനുണ്ടാവും. നിങ്ങളെപ്പോലെ പ്രാവുകൾ എപ്പോഴും ചെയ്യുന്നത് പോലെ ഇല്ല. അതുകൊണ്ട് തന്നെ ശരിക്കും ഒന്ന് കിട്ടാൻ ആറ്റുനോറ്റ് കാത്തിരിക്കണം. എന്നാ അങ്ങോട്ട് എടുത്തൂടെ? കുട്ടി, നിങ്ങളെപ്പോലെയല്ല. അതിനൊരു സന്ദർഭം വരണ്ടേ ജൂലിയറ്റ്? സേനാനായകനല്ലേ അദ്ദേഹം. എന്നെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് മാത്രം. സംശയിക്കാനേ ഉള്ളൂ നേരം. എനിക്ക് ഒരാളിൽ നിന്ന് കിട്ടിയാൽ തരക്കെടില്ലെന്നുണ്ട്. പക്ഷെ എന്റെ പേടി അതിനു മുമ്പ് ഒലീവിയ ചെയ്ത് കളയുമോ അതെന്നാണ്. ക്യാരക്ടറുള്ള യുവ കോമളനല്ലേ ഞാൻ. ഷീ ലവ്സ് മീ. ഈ ഒരാൾ എങ്ങനെയുണ്ടെന്ന് അറിയണ്ടേ? നമുക്കൊരു ദിവസം പോവാട്ടോ വയോള ഉള്ള സ്ഥലത്തേക്ക്. നമുക്ക് ടൈം ട്രാവൽ ചെയ്യാം. പിക്നിക്. ഓസം. കൗണ്ട് മീ. ഒഫീലിയ പക്ഷേ യഥേഷ്ടം ഉണ്ടാവും അത്, അല്ലേ? എന്ത് ചുംബനമോ? അത് ഈ ജന്മം ഉണ്ടാവുമോ എന്ന് തന്നെ സംശയമാണ് എനിക്ക്. എന്തിന് ശങ്കയല്ലേ എന്റെ പ്രിയതമന്? ചുവി ഒന്നോ ചുവി, ചുവി ഒന്നോ ചുവി, ചുവി ഒന്നോ ചുവി. എന്റെ ഒരു രാജകുമാരനെ കാണണമെന്ന് രാജ്ഞി പറയുന്നു. ദാ ആ കാണുന്ന മേഘം ഒരു ഒട്ടകം പോലെയല്ലേ? ഉണ്ടല്ലോ, ശരിക്കും അതെ. അതോ ജിറാഫാണോ? ആണ്, അതെ, ഇപ്പോൾ ജിറാഫ്. നിങ്ങൾക്ക് അറിയാമല്ലേ ഒരു ജിറാഫ് എങ്ങനെ ഇരിക്കുമെന്ന്? ഓ അറിയാമല്ലോ. ഇപ്പോഴത് കണ്ടാൽ ഒരു ഹിപ്പോപ്പൊട്ടാമസ് പോലെ തോന്നുന്നു. അതെ. ശരി, എന്നാ ഞാൻ വരാം. ആ അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. ഏയ് അങ്കിൾ, നിങ്ങൾ എന്തേ ഇഷ്ടപ്പെടുത്താനൊന്നും നോക്കിയില്ലേ അവരെ ഒരിക്കലും? ഗിലൻസ്റ്റൺ, റോസൻക്രാൻസ് എന്നിവരെയും വിളിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ അവതരിപ്പിക്കാൻ പോകുന്ന നാടകത്തിന്റെ സ്ക്രിപ്റ്റ് കാണണമെന്ന് രാജാവ് കൽപ്പിച്ചിട്ടുണ്ടത്രേ. നാടകത്തിനുള്ളിൽ നാടകം എന്ന എന്റെ പരീക്ഷണം മുടക്കാനായിരിക്കുമല്ലേ ഈ രക്ഷിതാക്കളുടെ ശ്രമം? ഞാൻ സംസാരിച്ചു കൂടാത്തതാണ്. സാരമില്ല അങ്കിൾ, താങ്കളുടെ മകളെ പ്രേമിക്കുന്നവനാണ് ഞാൻ എന്നറിയാത്ത ആരുണ്ട് ഇവിടെ? ഒരാളുണ്ട്. ആര്? ആ മേഘം. നമ്മൾ അവസാനം കണ്ട ഹിപ്പോപ്പൊട്ടാമസ്. തമാശക്കാരനായല്ലോ അങ്കിൾ സാർ. ഹാംലെറ്റ്, അവിടെ നിൽക്കൂ ഒരു നിമിഷം. എന്നെ വിളിപ്പിച്ചെന്ന് പറഞ്ഞു, വന്നു നോക്കുമ്പോ നിൽക്കാൻ പറയുന്നു. ഒന്ന് ക്ഷമിക്കൂ മകനെ. എനിക്ക് നിൽക്കാനൊന്നും നേരമില്ല. എന്താണെന്ന് വെച്ചാൽ വേഗം പറഞ്ഞു തീർത്താൽ എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട്. നാടകത്തിനുള്ള ഒരുക്കങ്ങൾ തീർക്കണ്ടേ പ്രിയപ്പെട്ട അമ്മേ? കളിയാക്കണ്ട നീ. അതിനെപ്പറ്റി സംസാരിക്കാൻ തന്നെയാണ് വിളിപ്പിച്ചത് നിന്നെ. ഗിൽഡസ്റ്റേൺ, റോസൻക്രാൻസ്, നിങ്ങളും ഉണ്ടല്ലോ ഇവിടെ അല്ലേ? അദ്ദേഹം കൂടി വന്നോട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഒരു നിമിഷം കാത്തു നിൽക്കാൻ പറഞ്ഞത്. അദ്ദേഹം ഹാംലെറ്റ്, അദ്ദേഹം ഒന്ന് പേ ചെയ്തു വരാമെന്ന് പറഞ്ഞു പോയതാണ്. ഇപ്പോൾ വരും. നോക്കൂ, എനിക്ക് ഒരു ദേഹത്തെയും കാണണ്ട. പീ ചെയ്ത് അർമാദിക്കട്ടെ അയാൾ. വെറുതെ അല്ല സകലരും പറയുന്നത് ഇവിടെ എന്തോ ചീഞ്ഞു നാറുന്നുണ്ടെന്ന്. ഞാൻ പോയി നോക്കി വരാം. പൊളോണിയസ്, നിങ്ങൾക്ക് പോകാം. ഹാംലെറ്റ്, നീയും നിന്റെ കൂട്ടുകാരും ഒരു നിമിഷം കാത്തിരിക്കൂ. ഇതാ വന്നു. നമ്മുടെ നാടകത്തിൽ എന്താണ് ഉണ്ടാവുക എന്ന് ഇവർക്ക് ആകാംക്ഷയാണ്, ആശങ്ക, അതുപോലെ ആശയക്കുഴപ്പം. നാടകം കണ്ടാലാണ് അവർ അന്താളിക്കാൻ പോകുന്നത്.
എനിക്ക് വേറെ ഒരു സംശയമുണ്ട്. നമ്മുടെ പ്രേതം, അതായത് മരിച്ചുപോയ നമ്മുടെ മനസ്സിലായി, എന്റെ അച്ഛൻ. അജ്ജൻ. എന്റെ അജ്ജൻ. ഈ പ്രേതം നമ്മുടെ നാടകം അരങ്ങേറുന്ന നേരം നോക്കി തക്കം പാർത്തിരിക്കുകയാണോ എന്നൊരു സംശയം. എന്താണ് നിനക്ക് അങ്ങനെ തോന്നാൻ? അല്ല, ഞങ്ങൾ ആലോചിച്ചപ്പോൾ സൗകര്യമാണല്ലോ മൂപ്പർക്കത്. എല്ലാവരും നോക്കിയിരിക്കുമ്പോൾ നാടകത്തിലേക്ക് അങ്ങ് ഇടിച്ചു കയറുക. എല്ലാവരും നാടകമാണെന്നല്ലേ വിചാരിക്കൂ. ആവാം, സാധ്യതയുണ്ട്. ശരിയാണ്. ഈ പ്രേതങ്ങൾക്കും അശരീരികൾക്കുമൊക്കെ എന്തും ആകാമല്ലോടെ. അവരെ നിയന്ത്രിക്കാൻ ആർക്കുണ്ട് അധികാരം? അധികാരമില്ല എന്നല്ല, സാധ്യമല്ലല്ലോ. ഒരു അശരീരിയോട് പാടില്ല എന്ന് വിലക്കാൻ പറ്റില്ലല്ലോ. പാടില്ലെന്നല്ല, പറ്റില്ല. പാടുകയുമില്ല. അശരീരിമാർ അതീതരാണ്. അവർ അതീതരായതുകൊണ്ട് മാത്രമല്ലല്ലോ സഖാവേ, നമുക്ക് നിയന്ത്രണം അസാധ്യമാണ്. അവരുടേത് വേറൊരു ലോകമാണ്. ഈ ലോകത്തിൽ തന്നെയാണെങ്കിൽ മറ്റൊന്ന്. ഓ, നിങ്ങൾ ഇങ്ങനെ തർക്കിക്കാതെ അതിന്റെ പേരിൽ. നാടകത്തിന്റെ കാര്യം ഇപ്പോൾ നിങ്ങൾ ഊഹിച്ചതുപോലെ ആ ശരിക്കുള്ള പ്രേതം ഇടപെട്ടാൽ നമ്മുടെ കഥാപാത്രം പ്രേതത്തിന് ഒരു ബുദ്ധിമുട്ടാവില്ലേ? പിന്നെ അവൻ അല്ലെങ്കിൽ തന്നെ ഒരു ലോലനാണ്. ഞാൻ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നമുക്ക് തടയാനേ പറ്റില്ല അല്ലേ പ്രേതത്തിനെ? അങ്ങനെയൊരു സാധ്യതയുണ്ടെന്നേ പറഞ്ഞുള്ളൂ ഞങ്ങൾ. അതെ, തീർച്ചയാക്കണമെന്നില്ല. ഇല്ലില്ല, ആലോചിക്കുന്നവരും അത് അങ്ങനെ സംഭവിക്കാനാണ് കൂടുതൽ സാധ്യത. കഷ്ടം. ക്രൈസിസ് മാനേജ്മെന്റ് എന്ന ടെക്സ്റ്റ് തുറന്നു നോക്കുകയേ ഉണ്ടായില്ല ഞാൻ പഠിക്കുമ്പോൾ. രാജകുമാരൻ ക്ഷമിക്കണം. എന്താണിപ്പോൾ നിങ്ങളുടെ രാജ്ഞി പി ചെയ്തുകൊണ്ടിരിക്കുകയാണോ? അല്ല, നിങ്ങളെ പറഞ്ഞയച്ചിരുന്നതല്ലേ, വീണ്ടും വിളിപ്പിച്ചു ആയമ്മ? അവർ അങ്ങോട്ടല്ലേ പോയത്? ഞാൻ ഇപ്പുറത്തുനിന്നല്ലേ വരുന്നത്. അവിടെ ഒരു അരൂപി വന്ന് കാത്തു നിൽക്കുന്നു. രാജകുമാരനെ കാണാമത്രേ. മേഘമാണോ? തിമിംഗലം പോലെ ഒരെണ്ണം. മഴക്കാറാണത്രേ. ഭ്രാന്താണ് നിങ്ങൾക്ക്. എന്റെ പ്രിയപ്പെട്ടവളുടെ താത ചികിത്സിക്കണം കേട്ടോ. ഓരോ പിശാചേ, രംഗം വീട്. ഏയ്, എവിടെ എന്റെ അനാഘ്രാത കുസുമം? ഞാനതൊന്നുമല്ല. എന്നുവെച്ചാ എന്താണ് ചേച്ചി? എന്നുവെച്ചാൽ പറഞ്ഞു തരണോ ഞാൻ കോഡിലിയ? ഒന്ന് പറഞ്ഞു തരാവോ? എന്നുവെച്ചാല് അർത്ഥം ആരും ഇതുവരെ പ്രാപിച്ചിട്ടില്ലാത്ത എന്നല്ലേ? അപ്പയും പ്രാപിക്കുകയോ? എന്നും പറയാം. ഓ, അതാണോ? ഞാൻ വിചാരിച്ചു. എന്ത് വിചാരിച്ചു നീ കോഡിലിയ? എന്ത് വിചാരിച്ചു നീ കോഡിലിയ? അയ്യേ, ഈ ചേച്ചിയുടെ ഒരു കാര്യം. നമുക്ക് രംഗമിടാം കോഡിലിയ. ഈ ആണുങ്ങളൊന്നും ശരിയല്ല മോളെ. രണ്ട് പെണ്ണുങ്ങളൊപ്പം നിൽക്കുന്നത് കണ്ടാൽ സഹിക്കില്ല അവർക്ക്. അതെ ചേച്ചി, ലെസ്ബിയൻസ് എന്ന് കളിയാക്കും നമ്മളെ അവർ. ഇതിന് പോ. നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇങ്ങനെ നാം കണ്ടുമുട്ടുമെന്ന് സങ്കല്പിച്ചത് പോലുമില്ല അല്ലേ ബിൽ? നല്ല സലൂൺ അല്ലേ ഇത്? അതെ അതെ, നല്ല പബ്, ബഹളമില്ല, വൃത്തിയും മര്യാദയുമുണ്ട്. ഷേക്സ്പിയർ എന്നല്ലേ പേര്? അതെ അതെ, താങ്കളെ എനിക്ക് കാണണമെന്നുണ്ടായിരുന്നു മാർലോ. കാണുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. തീർച്ചയായും മാർലോ, തീർച്ചയായും. വേണ്ട ബിൽ, എന്നെ ക്രിസ് എന്ന് തന്നെ വിളിക്കാം. അറിയാമല്ലോ, നമ്മൾ ഒരേ ആളാണെന്ന് വിശ്വസിക്കുന്നവർ കൂടിയുണ്ട്. അതിന് അവർക്ക് ന്യായമുണ്ട്. നമ്മൾ രണ്ടാളും 64 ജനിച്ചവർ. അതെ അതെ, 64 ജനിച്ചവർ, അതും ഏകദേശം ഒരേ നാട്ടിൽ. ഏകദേശം ഒരേ നാട്ടിൽ. കവിത തോന്നിപ്പോയതാവാം. 007 ആയിരിക്കുമ്പോൾ ഞാനൊരു ബൂസ് ബഹളത്തിൽ പെട്ടു. പിന്നെ എനിക്ക് ഒളിവിൽ പോകേണ്ടി വന്നു. അതായത് മരിച്ച് ചരിത്രത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു. അപ്പോൾ ക്രിസ്, ഞാനുമായി ധാരണയായിട്ട് പിന്നെ എന്റെ പേരിൽ നാടകം എഴുതാൻ തുടങ്ങി എന്നാണ് കഥ. അതിനു മുമ്പ് ഈ ഷേക്സ്പിയർ ഒന്നും എഴുതിയിട്ടേയില്ല എന്നവർ ചൂണ്ടിക്കാണിക്കുന്നു. അതെ, മാത്രമല്ല എനിക്ക് ലോകവിവരമൊന്നുമില്ല. ക്രിസ് ആവട്ടെ സൗകര്യത്തിൽ ജീവിച്ചു, പഠിച്ചിരുന്നു, ലോകം ചുറ്റിയിരുന്നു. അങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്കും തോന്നും അതിൽ വാസ്തവമുണ്ടെന്ന്. ബിൽ, നിങ്ങൾക്കൊരിക്കലും ആ ട്രാജഡീസ് എഴുതാൻ പറ്റില്ല എന്നാണ് ചില. അതെ, ഡോക്ടർ ഫോസ്റ്റസ് ഒക്കെ എഴുതിയ ആളാണല്ലോ ക്രിസ്. ട്രാജഡീസ് എഴുതുക മാർലോ അല്ലാതെ മറ്റാർ. മെഫിസ്റ്റോഫെലിസ് ഒക്കെ എന്റെ കഥാപാത്രമാണല്ലോ. ബെയിൽ സബബ് എന്ന് കേട്ടിരുന്നില്ല അന്ന്, അല്ലേ? അയാൾ വേണ്ടിയിരുന്നു ഒരു നാടകത്തിൽ, അല്ലേ ബിൽ? ഓ, പൂക്കളെ, നിങ്ങൾ എങ്ങോട്ടാണ് വെള്ളത്തിൽ വീണ് ഒലിച്ചു പോകുന്നത്? ഷോലി, നീ എവിടെ വരെ ഇങ്ങനെ ഒഴുകും? എന്നെയും കൂടെ കൊണ്ടുപോവാമോ? ഞാനും വരട്ടെയോ കൂടെ?
നമ്മുടെ ഒഫീലിയ. ക്രിസ് അവൾക്ക് ഭ്രാന്താണ്. നിങ്ങളുടെ ഈ സൗമനസ്യത്തിൽ എന്റെ ഒഫീലിയ എന്നല്ലല്ലോ നിങ്ങൾ പറയുന്നത്. അതെ, അവൾ ആരുടേതാണെന്ന് തർക്കമുള്ളിടത്തോളം. ഞാൻ ലോകം ചുറ്റുന്നവനാണെന്ന് പറഞ്ഞില്ലേ ബിൽ? ഒരിക്കലും രസമുണ്ടായി. ഒരു സുൽത്താൻ. ഞാൻ അയാളോട് പറഞ്ഞു അയാളുടെ ഒരു കൺകുബാൻ അതിസുന്ദരിയാണെന്ന്. ഉടനെ അതാ അയാൾ പറയുന്നു എന്നോട്, എടുത്തോളൂ ക്രിസ്. ഓഷിൽ എന്നായിരുന്നു അവളുടെ പേർ? അറിയില്ല, നല്ല പേരായിരിക്കും മിക്കവാറും. സുന്ദരിമാർക്ക് ചേരുന്ന പേർ വേണം എന്ന് തോന്നുന്നു. നമ്മളത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് എഴുതുമ്പോൾ. എനിക്ക് ഈ മെലനിയ എന്ന പേർ നല്ല ഇഷ്ടമായി. ഓ അവൾ ആ ട്രംപ്. ഓർസിനോ കരുതുന്നത് അയാൾക്ക് മെലാമിനിയ ഉണ്ടെന്നല്ലേ? ഇപ്പോഴാണെങ്കിൽ ഒഫേലിയ എന്നതിന് പകരം നമ്മളവളെ മെലാനിയ എന്ന് വിളിക്കുമായിരുന്നു. സാക്സ് വായിക്കുമല്ലേ ക്രിസ്? കുറേശ്ശെ. നിങ്ങളോ ബിൽ? ക്ലാർനെറ്റ് തന്നെ താൻ ശീലിച്ചതാണ് വായിക്കാൻ. പിന്നെ സംഗീതവുമായുള്ള ബന്ധം ഞാൻ എപ്പോഴും ഒരു യൂക്ലിൽ വാങ്ങി കയ്യിൽ വയ്ക്കും. സുന്ദരിമാർക്ക് സമ്മാനിക്കാൻ. ഈ ശിഷക് എന്നൊരു തിങ്കർ ഉണ്ടല്ലോ, അയാളും സ്ലോവാനിയ എന്ന രാജ്യത്ത് നിന്നാണല്ലേ? വലിയ കൾട്ട് ഫിഗർ ആണെന്നാണ് മൂപ്പരുടെ വിചാരം. അതെ, സ്ലോവാനിയ. അയാളുടെ ഫസ്റ്റ് നെയിം അതിലുണ്ട് സ്ലാ എന്ന അക്ഷരം. സ്ലോ അല്ലല്ല, സ്ലാങ് അല്ല. നമ്മുടെ 2 സുന്ദരി കഥാപാത്രങ്ങൾ അടുത്ത മേശയിൽ വന്നിരിക്കുന്നുണ്ടല്ലോ. കണ്ടു കൃത്യമായി ബഗ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ആ മേശ. നമുക്ക് സുഖമായി ഒളിഞ്ഞു കേൾക്കാം അവരെന്താണ് പറയുന്നത്. അതെ, നമ്മളാണല്ലോ ഓതേഴ്സ്. ശ്രദ്ധിക്കാം. ഇവർക്കൊക്കെ എഴുതിയാ മതി ഒലിവിയ, നമുക്കാണ് പ്രയാസം മുഴുവൻ. അതേ വയല, നമ്മുടെ റോൾസ് അഭിനയിച്ച് ഫലിപ്പിക്കുക അത്ര എളുപ്പമല്ല എന്ന് തോന്നുന്നു. LGBTQ എന്നതിൽ ഏതൊക്കെയാണ് ഞാനെന്നാണ് ഇപ്പൊ എനിക്ക് സംശയം. ഓ, അത്രയ്ക്കും പ്രശ്നമാണോ? ആലോചിച്ചു നോക്കൂ ഒലിവിയ, ഞാൻ ആൺവേഷം കെട്ടി കഴിയുകയാണ്. ഒസീനോ എന്ന് പറഞ്ഞ ഈ കോന്തന്റെ കൊട്ടാരത്തിൽ അയാളുടെ സഹായി. എനിക്ക് അയാളോട് പ്രേമമുണ്ട്. അയാൾക്ക് ക്രഷുള്ളതാവട്ടെ നിന്നോട് ഒലിവിയ. നിനക്ക് പ്രേമലേഖനം എഴുതി തന്നുവിടുന്നത് എന്റെ കയ്യിൽ. നിനക്കാണെങ്കിൽ അയാൾ ഇഷ്ടമേ അല്ല. ആരോടും പ്രേമം തോന്നാത്ത ഒരു അപാര വനിതയാണ് ഞാനെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് ഞാൻ. നീ അത്രയ്ക്ക് നെകളിക്കൊന്നും വേണ്ട. അപ്പോഴേക്കും വരട്ടെ, പതുക്കെ പതുക്കെ നിനക്ക് പ്രേമം തോന്നി തുടങ്ങിയാണ് ഒരാളോട്. ആരോട്? എന്നോട്. അല്ലാതെ അയ്യേ, നിന്നോടോ? ഇതൊന്നും അറിയാതെയാണോ അപ്പൊ ആദ്യം നീ പറഞ്ഞത് നമ്മുടെ റോൾസ് കഷ്ടമാണെന്ന്? അപ്പൊ ഇപ്പോഴോ? ഓ വയ്യല്ല, എനിക്ക് വയ്യാട്ടോ. പിന്നൊരു സമാധാനം, നമ്മുടെ റൈറ്റർ നമ്മൾ സുന്ദരിമാരെ എല്ലാം ഒരേപോലെ പ്രേമിക്കുന്നുണ്ട് എന്നതാണ്. അത് തന്നെയാണ് അവസാനം നമ്മുടെ എല്ലാം ഭാഗ്യം. അയ്യോ, എനിക്കാണായി മതിയായി. എന്താണ് പറയാനുണ്ടെന്ന് പറഞ്ഞത്? പറയാമെന്ന് പറഞ്ഞില്ലേ? ശരി, പറഞ്ഞാ മതി. ഒഫീലിയ, ഞാനൊന്ന് നിന്റെ മടി കിടക്കട്ടെ? വേണ്ട. അതെന്താ, തെറ്റാണോ? ഞാൻ പോണു, അച്ഛൻ വരാറായി. ഇല്ല, നിന്റെ അച്ഛനെ ഞാൻ കൊന്നു. അതായത് അമ്മയുടെ മുറിയിൽ തിരശ്ശീലയ്ക്ക് പിന്നിൽ ഒരു അനക്കം കണ്ടപ്പോ ഞാൻ വാളൂരി ഒറ്റ കുത്ത്. അത് മറ്റവനായിരുന്നില്ല, നിന്റെ അച്ഛനായിരുന്നു. അയ്യേ, അച്ഛൻ ഒളിഞ്ഞു നോക്കുവോ അങ്ങനെ? എന്തറിയാം നിനക്ക് അയാളെ പറ്റി? എന്നാലും എന്ത് ചെയ്യുകയായിരുന്നു അച്ഛൻ അവിടെയാവോ? അത് ഞാനും അത്ഭുതപ്പെട്ടു. എന്നിട്ട് ശരിക്കും കൊന്നു അച്ഛനെ? ശരിക്കും കൊന്നു എന്ന് ചോദിച്ചാൽ നിശ്ചയമില്ല ഒഫീലിയ. പല പ്രാവശ്യമായി ഞാനിത് സ്വപ്നം കാണുന്നുണ്ട്. സംഭവിക്കുമെന്ന് തന്നെ തോന്നാറുണ്ട്. വേണ്ട, അങ്ങനെയൊന്നും സംഭവിക്കണ്ട. എന്തേ? എനിക്കൊരച്ഛനല്ലേ ഉള്ളൂ. എനിക്ക് പുതിയ ഒന്ന് കിട്ടിയെന്നാണോ നീ പറഞ്ഞു വരുന്നത് ഒഫീലിയ? ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല. ഇന്നലെ കണ്ടപ്പോ നിന്റെ അച്ഛൻ ചോദിച്ചു എന്നോട് ഇങ്ങനെ, ഇപ്പോൾ എന്താണ് വായിക്കുന്നത് രാജകുമാരൻ? എന്ത് പറഞ്ഞു അപ്പോ? മേഘങ്ങൾ, മേഘങ്ങൾ, മേഘങ്ങൾ. ഞാൻ എപ്പോഴും മേഘങ്ങളെ നോക്കിയിരിക്കുന്നു, വായിക്കുന്നു, മനസ്സിലാക്കുന്നു. നല്ല വിനോദം. ശരി, ഞാൻ പോട്ടെ. അപ്പോ ഞാൻ ചോദിച്ചതോ? എന്ത്? അതുണ്ടല്ലോ ഒഫീലിയ, എന്റെ അമ്മയ്ക്ക് ഒരു മകളില്ല, നിനക്കാവട്ടെ അമ്മയുമില്ല. അങ്ങനെ നിങ്ങൾക്കിടയിൽ ഒരു പാരസ്പര്യമുണ്ടോ? എന്ത് പാരസ്പര്യം? അമ്മയോട് ചോദിച്ചു നോക്കിയോ ഇതെപ്പോഴെങ്കിലും? ആദ്യം നിന്നോടാവാം എന്ന് വിചാരിച്ചു. തർക്കുത്തരം പറയാനെല്ലാം നല്ല ഉത്സാഹമാണ്. ഉപ്പേരിക്കുരുള. പക്ഷെ വേറെ എന്തെങ്കിലും വേണ്ടി വന്ന തുടങ്ങും ശങ്ക. ഞാൻ എന്ത് ചെയ്യുന്നില്ലെന്നാണ് ഒഫീലിയ? ആ തടിച്ചിയും പറയുന്നു എനിക്ക് ശങ്കയാണെന്ന്. എന്ത് ശങ്ക? എവിടെ ശങ്ക? എപ്പോ ശങ്ക? എനിക്കൊന്നും അറിയില്ല. എന്നാലും അയ്യേ, ഇങ്ങനെയാണ് ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടാവുക?
ഈ അതല്ലേ ഞാൻ ചോദിച്ചത് നിന്നോട് ആദ്യം. എന്ത് മടിയിൽ കിടക്കട്ടെ എന്ന്. ഓ, എന്തൊരു മര്യാദ. ഞാൻ പോണു. ചോദിച്ചിട്ടാണോ എല്ലാരും? മടിക്ക് കിടക്ക്. എന്നിട്ട് എന്തിനാണാവോ? മേഘങ്ങൾ വായിക്കാനാണോ? ഒരു കാര്യം കൂടെ ഒഫീലിയ. ഹിന്ദി എന്നൊരു ഭാഷയുണ്ട്. അതിലുള്ള ഒരു ഫിലിം, അതിൽ നിറയെ ഡിംപിൾസ് ഉള്ള ഒരു ഗേൾ ഉണ്ട്. സോൾജിയർ സോൾജിയർ എന്ന പാട്ടും പാടിക്കൊണ്ട് അവൾ ഒരു പ്രത്യേക രീതി നടക്കുന്നുണ്ട്. അത് കാണണം ഒഫീലിയ. നിനക്ക് അങ്ങനെ പറ്റുമോ? ഗ്രോ അപ്പ് ഹാംലെറ്റ്. ഒഫീലിയ ഒന്നിങ്ങോട്ട് വരാമോ? ഇതാ വരുന്നു. ഞാൻ പോണു. ഒന്നുമില്ല പ്രത്യേകിച്ച്. കണ്ടപ്പോൾ ഒന്ന് വിളിച്ചു എന്നേ ഉള്ളൂ. സുഖമല്ലേ നിനക്ക് ഒഫീലിയ? അസുഖമൊന്നുമില്ല. വാടിയിട്ടുണ്ട് നീ. ധാരാളം ഇലകളും പൂക്കളും പഴങ്ങളും എല്ലാം കഴിക്കണം കുട്ടി. നമുക്ക് ആരോഗ്യം വേണം. ഞാൻ ശ്രദ്ധിക്കാം. എന്താണ് ഒരു ലജ്ജ? ഇന്നും മടിയിൽ കിടക്കട്ടെ എന്ന് ചോദിച്ചോ അവൻ? പിന്നെയോ നുണക്കുഴിയുള്ള ആരോ സോൾജർ സോൾജർ എന്ന് പാട്ട് പാടുമെന്ന് പറഞ്ഞു. കണ്ടില്ലേ, ഞാൻ എപ്പോഴും പറയാറില്ലേ, അമ്മയെയാണ് അവന് വേണ്ടത്. നിന്നെ കണ്ടാലും അമ്മയായി തോന്നുന്നെങ്കിൽ എന്താണ് അതിനർത്ഥം? അവൻ വളർന്നിട്ടില്ല എന്നല്ലേ? എന്തൊരു ഉന്മേഷമാണ് വ്യാഖ്യാനിക്കാൻ എല്ലാവർക്കും. അമ്മയോട് അവന് പ്രേമമാണെന്നാണ് കണ്ടുപിടുത്തം. ഇതാരും ശ്രദ്ധിക്കില്ല. അവൻ കാമുകിയോട് മടിയിൽ കിടക്കട്ടെ എന്ന് ചോദിക്കുന്നത്. എങ്ങനെ? എരിവും പുളിയുമുള്ള കഥയല്ലേ വേണ്ടതേവർക്കും? ഓ, ക്ഷമിക്കൂ ഒഫീലിയ, ഞാൻ അറിയാതെ അല്പം അലറിപ്പോയി. അല്ലെങ്കിൽ നീ പൊയ്ക്കോളൂ, പിന്നെ കാണാൻ നിന്നെ ഞാൻ പോണു. പാവം, കഥയുണ്ടാക്കുന്നവർക്ക് പക്ഷേ സൗകര്യമായി. അവൾക്ക് അപസ്മാരം, അവൻ അന്ധാളനും. ആദ്യമായിട്ടാണ് ഒഫീലിയ ഇങ്ങനെ ടൈം ട്രാവൽ ചെയ്യുന്നത് അല്ലേ? അതാണ്. എന്റെ തലയില്ലേ, തല അത് ആകെ തിരിയുന്നത് പോലെ, കറങ്ങുന്നത് പോലെയൊക്കെ. ഇല്ല, ശരിയായിക്കോളും വേഗം. ജൂലിയറ്റ് മുമ്പും ചെയ്തിട്ടുണ്ടാവും കുറെ, അല്ലേ? ഓ, ഞാൻ എപ്പോഴും ഇത് തന്നെയാണ്. ഇതൊരു ശീലമാക്കണമെന്നുണ്ടെങ്കിൽ നല്ലൊരു പാക്കേജ് ഉണ്ട്, പറഞ്ഞു തരാം ഞാൻ. വരട്ടെ, നോക്കാം. പക്ഷേ ജൂലിയറ്റ്, എന്താണ് സംശയം? അല്ല, ഇപ്പൊ നമ്മൾ ഇവരെ കാണാൻ വരുന്നു. വയല, ഒലിവിയ, ഇവർ ശരിക്കും ഏത് കാലത്തിലാണോ ഉള്ളത് എന്നൊക്കെ ചെക്ക് ചെയ്തിരുന്നു? ഞാൻ അതൊന്നും നോക്കില്ല. എന്തായാലും ട്രാവൽ ചെയ്യണം. ഇപ്പോൾ ഇതാ നേരെ ഇവരുടെ സ്ഥലത്തേക്കും കാലത്തിലേക്കും എത്തിയില്ലേ നമ്മൾ? കണ്ടില്ലേ, അതാ ആ നടക്കുന്നതാണ് ഓസിനോ. ഇതാണല്ലേ അപ്പോ ഓസിനോ? ഇയാളെയാണ് നമ്മുടെ വയല. നമ്മുടെ വയല? അതെ, നമ്മുടെ വയല. അതെങ്ങനെ അത്ര പെട്ടെന്ന് നമ്മുടെ വയലേ? ഓ ഫിലിയ, ഒരു ഫ്രണ്ട് അല്ലേ അവൾ? എന്നാൽ ഫസ്റ്റേ നമ്മുടെ എന്ന് പറയുമ്പോ ഇങ്ങനെ മന്ത്രിച്ച് ബുദ്ധിമുട്ടണ്ട. നമ്മളെ കാണുന്നില്ല അവർ. വാ, പ്രകാശത്തിലേക്ക് പോവാം. നമ്മളെന്തിനെ എറിഞ്ഞിരിക്കുന്നു? അതെ അതെ, വായിച്ചിട്ടുണ്ട് ഞാൻ. പക്ഷെ ശീലമാകണ്ടേ അതങ്ങോട്ട്. ശരി ശരി, പോവാം. പ്രിയപ്പെട്ട ആരാധികേ. അവർ അങ്ങയുടെ ആരാധികയല്ല പ്രഭു, അങ്ങ് അവരുടെ ആരാധകനാണ്. അപ്പോൾ അവർ എന്താണ്? പറയൂ വേഗം. എഴുതിട്ടെ ഞാൻ എന്റെ പുതിയ പ്രേമലേഖനം. ആരാധന വേണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ അവൾ അങ്ങയുടെ ആരാധനാ പാത്രമാണ്. പാത്രം? അയ്യേ, അത് വേണ്ട. അല്ലെങ്കിൽ പ്രേമഭാജനം എന്നും പറയാം. അത് മതി, പ്രേമഭാജനം. ഒലീവിയ, 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 എന്റെ പ്രേമഭാജനമേ. തിരക്കിടില്ല അല്ലേ? ശരി പ്രഭു. ഒലീവിയ, സംഗീതം എന്ന ഈ മഹാസാഗരത്തിൽ സദാ മുങ്ങിത്താഴ്ന്നുകൊണ്ടിരിക്കുന്ന ഈയുള്ളവന് നിന്നോട് ഇത്രയും ഭയങ്കരമായ പ്രേമം തോന്നിയതിൽ സംഗീതത്തിന് തന്നെ അത്ഭുതം. ശരി പ്രഭു. വെറുതെ ശരിയെന്ന് പറയാതെ പയ്യൻ, എങ്ങനെയുണ്ടെന്റെ സാഹിത്യം? അങ്ങനെ ചോദിച്ചാൽ പ്രഭു, സംഗീതം എന്ന മഹാസാഗരം ചർവിത ചർവണമാണെങ്കിലും. അതെന്ത് ചർവണം? ചർവിത ചർവണം, ക്ലീഷേ. അത് ക്ലീഷയാണെങ്കിലും സഹിക്കാമെന്ന് വെക്കാം. പക്ഷേ ആ മുങ്ങിത്താഴൽ ഒട്ടും ശരിയല്ല. മുങ്ങിത്താഴാൻ പാടില്ല? അതായത് അങ്ങ് ആസ്വദിക്കുകയാണല്ലോ ഈ മഹാസാഗരം. അപ്പൊ മുങ്ങിത്താഴൽ അവിടെ ചേരുമോ? ചേരില്ല അല്ലേ? ക്ഷമിക്കണം, ഇല്ല പ്രഭു. ഓ ഒലീവിയ, 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 എന്ത് അർത്ഥശങ്കയുണ്ടെങ്കിലും അത് എന്റെ ഈ വിളിയിൽ മുങ്ങിപ്പോവില്ലേ? ഒലീവിയ, എന്റെ പ്രേമഭാജനമേ. അങ്ങനെയാണെങ്കിൽ അത് മാത്രം ഒരു 101 തവണ എഴുതിയാൽ മതിയല്ലോ. അതെ, അങ്ങനെ തന്നെ. ഒലീവിയ, 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 എന്റെ പ്രേമഭാജനമേ. ഒലീവിയ, എന്റെ സംഗീത സാഗരമേ. ഒലീവിയ, എന്റെ സർവസ്വമേ. വീണ്ടും വീണ്ടും ഒരാൾ തന്റെ പേർ വിളിക്കുന്നത് സ്വതവേ ഇഷ്ടമാവും ഏത് യുവതിക്കും എന്ന് തോന്നുന്നു.
ശരി സെസാരിയോ, അതല്ലേ നിന്റെ പേര്? നീ ഒരു യുവതിയാണെന്ന് സങ്കല്പിക്കൂ. എന്താണ് നിനക്കൊരു പുതിയ പേര് തരിക ഞാൻ? ദൈവമേ, ഇദ്ദേഹം വല്ലതും അറിഞ്ഞിട്ടുണ്ടെന്നുണ്ടോ? ഓ ദൈവമേ. പറയൂ സെസാരിയോ, നിനക്കിഷ്ടമുള്ള ഒരു പേര് പറയൂ. വയല എന്നായാലോ? ശരി, വയോള. നീ എനിക്ക് എതിരെ നിൽക്കൂ, മുഖാമുഖം നോക്കി. ഇങ്ങനെ ഇനി ഞാൻ വിളിച്ചു നോക്കാം. എന്ത് പ്രഭു? നീയല്ലേ പറഞ്ഞത് ഏത് യുവതിക്കും പേര് വിളിക്കുന്നത് ഇഷ്ടമാണെന്ന്? വയോള, ഓ വയോള, 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 വയോള. ഓ പ്രഭു, എനിക്ക് നാണമാവുന്നു. ഞാൻ അങ്ങ് ഉലഞ്ഞു പോകുന്നു. സത്യമായും എന്റെ മേലാസകലം വിറയ്ക്കുന്നു. ഞാൻ ഇപ്പൊ കുഴഞ്ഞു വീഴും. നല്ല അഭിനയം. ശരി സെസാരിയോ, ഇനി പോയി വാ. അവളോട് എല്ലാം സംസാരിച്ച് അവളെ കൊണ്ട് എനിക്കൊരു പ്രേമലേഖനം എഴുതിക്കേ. അതാണ് എളുപ്പം. വേഗമാവട്ടെ, പ്രണയിക്കുന്നവർക്ക് ക്ഷമയില്ല. പോ ഏതാ, പോ. ഈ സീൻ കാണണ്ടേ നമുക്ക്? അതുകൊണ്ടാണ് ഇതിലേക്ക് തന്നെ ടൈം ട്രാവൽ ചെയ്യാമെന്ന് വെച്ചത്. എന്നാലും പാവം വയല, ഈ വിധിയോടാണോ അവൾക്ക് പ്രേമം? എനിക്ക് പക്ഷേ അയാൾ എന്റെ പേര് വിളിക്കുന്നത് പോലെയാണ് തോന്നുന്നത് ജൂലിയറ്റ്. അതുകൊണ്ട് വേറെ പറയുന്നതൊന്നും ഞാൻ കേൾക്കുന്നില്ല. മറ്റൊന്ന് ശ്രദ്ധിച്ചു ഞാൻ ഒഫീലിയ, മന്ത്രിക്കുമ്പോൾ നിനക്ക് വിക്കില്ല. സത്യം? വേഗം ചാടാൻ നമുക്കിനി അങ്ങോട്ട്. വയല പോയല്ലോ അവളെ സ്നേഹിക്കുന്ന സുന്ദരിയെ കാണാൻ. ഓ, എന്ത് കൊതിയാണ് എനിക്കെന്ന് അറിയാമോ ജൂലിയറ്റ്? എന്നെ ഒരാളിങ്ങനെ ഒഫീലിയ, ഒഫീലിയ, ഒഫീലിയ എന്ന് വിളിക്കുന്നത് കേൾക്കാൻ ഭാഗ്യം വേണം, ഭാഗ്യം. വാ വാ, അവിടെ ചെന്നാൽ അറിയാം ഈ ഒലീവിയ എങ്ങനെയാണ് വിളി കേൾക്കുന്നതെന്ന്. ഓ ദൈവമേ, വീണ്ടും പ്രേമലേഖനമാണോ? ഇല്ല മാം, അദ്ദേഹം കുറെ ശ്രമിച്ചു എന്ന് എഴുതാൻ. പിന്നെ അത് അവാച്യം അസാധ്യമൊക്കെയാണെന്ന് മനസ്സിലായി. എന്നാലും എന്നെ പറഞ്ഞയച്ചു, അത് അറിയിക്കാൻ ഏൽപ്പിച്ചു. പുതുതായി ഒന്നും പറയാനില്ലല്ലോ വിദ്വാന്? ഏതാനും വരികൾ ഏൽപ്പിച്ചിട്ടുണ്ട്, അവ അങ്ങോട്ട് പകർന്നു തരണമെന്ന് പറഞ്ഞു. നീ നിങ്ങളുടെ ശബ്ദത്തിലല്ലേ? ശരി, കേൾക്കാം. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഉരുക്കഴിക്കട്ടെ ഞാൻ മാം? പറയൂ, ഞാൻ കാതോർത്തിരിക്കുന്നു. ഈ ശബ്ദത്തിൽ കേൾക്കാം ഞാനത്. അയ്യേ, അതെന്തൊരു ശബ്ദമാണ്! അവൾക്കെന്താണ് സ്വന്തം ശബ്ദത്തിൽ സംസാരിച്ചാൽ? മിണ്ടാതെ അവരെ ശ്രദ്ധിക്കും ജൂലിയറ്റ്. ഓ, ആൺവേഷം കിട്ടിയിരിക്കുകയാണ് അവളെന്നത് എപ്പോഴും മറക്കും ഞാൻ. ഓ ഒലിവിയ, എന്റെ പ്രേമ ഭാജനമേ, ഒലിവിയ എന്റെ സംഗീത സാഗരമേ, ഒലിവിയ എന്റെ സാര സർവസ്വമേ. ഇതിനുള്ള മറുപടി എഴുതി വാങ്ങി വരണമെന്ന് പറഞ്ഞിരിക്കുന്നു എന്നോട്. ഇതിനെന്ത് മറുപടി? പ്രിയപ്പെട്ട സെസാരിയോ, അത് തന്നെയല്ലേ പേര്? അത് വയോള എന്നാണെന്ന് പറഞ്ഞാൽ മാം വിശ്വസിക്കില്ലല്ലോ. അപ്പോ ശരി, ഞാൻ സിസേറിയോ തന്നെ. ഉടനെ തിരിച്ചു പോകണം എന്നുണ്ടോ? അദ്ദേഹം കാത്തിരിക്കുന്നു അവിടെ അക്ഷമനായി. ഞാൻ മറുപടി തരാൻ വൈകി എന്ന് പറഞ്ഞു. മാം, ഞാനൊരു ദൂതൻ മാത്രമാണ്. ശരി, ആ സന്ദേശം ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നതിൽ വിരോധമില്ലല്ലോ. ഓ, നല്ല ഡാർക്ക് ചോക്ലേറ്റ് തരാം ഞാൻ. പോരെങ്കിൽ ഞാൻ കണ്ടുപിടിച്ച പുതിയ കോക്ടെയിൽ ഉണ്ട്, ഒലീവിയ സീക്രട്ട്. അതും തരാമെന്ന്. ബഹുമാന്യനായ അദ്ദേഹം കാത്തിരിക്കുന്നു മാം. ധൃതി പിടിക്കാതെ സെസേറിയോ, വിടില്ല ഞാൻ. ഇനി വാശി പിടിച്ചാലേ കൊന്നു കളയും ഞാൻ. അയ്യോ, ഇതെന്താണ് മാം? അയ്യേ, എന്നെ സ്പർശിക്കുന്നു. എന്നെ ജൂലിയറ്റ്. ഹായ് ഒഫീലിയ. ഇതിപ്പോ കൊടിലിയ. ഹായ് കൊടിലിയ. അച്ഛനൊന്ന് മയക്കി കിടത്തിയിട്ടല്ലേ എനിക്ക് വരാൻ പറ്റൂ. ഇത് മിസ് ചെയ്യുമെന്ന് തന്നെ പേടിച്ചു. ചാർജ് കഴിയാറായി, തിരിച്ചു പോകണ്ടേ? കുറെ നേരമായി എത്തിച്ച കൊടിലിയ. കുറച്ചു നേരം, കുറച്ചൊക്കെ കണ്ടു ഞാൻ. എന്നാലും ആണും പെണ്ണും കളിക്കാൻ ഓരോരുത്തർ പെടുന്ന പാടേ. തിരിച്ചു പോകുന്ന വഴി എനിക്കൊരു ടെക്കില ഷോട്ട് വേണം. ആ മൂവിയിലെ ചോക്ലേറ്റ് അവിടെ, അതുവഴി പോവാം. ഹോട്ട് ചോക്ലേറ്റ് വേണോ ഒഫീലിയ? കോടിലിയ അതാണോ കഴിക്കുക? എനിക്കൊരു സെറ്റില്ല. എനിക്കൊരു ബർഗർ തിന്നാനുള്ള വിശപ്പുണ്ട്. വാ വാ പോവാം. ചാർജ് കുറച്ചേ ഉള്ളൂ നീ ഗൈസ്. ഞാൻ തൊട്ടിട്ടില്ല. അതെന്ത് ശരിയായിരുന്നു? അത് ഏതാണ്ടൊരു സോളിലഖി എന്ന് വെച്ചാൽ എന്തോ വലിയ സംഭവമാണെന്നാണ് എല്ലാവരുടെയും വിചാരം. വാസ്തവമാണ്. നല്ല വരികൾ എഴുതിത്തരും കവി. എന്നാൽ ഒറ്റയ്ക്ക് വേണം. ശൂന്യതയിൽ നിന്നുകൊണ്ട് അനന്തതയിലേക്കും അപാരതയിലേക്കും മാറി മാറി നോക്കിക്കൊണ്ട് ഒരാൾ ആ വരികൾ ഉരുവിടേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, രംഗത്തേക്ക് മറ്റാരും വരുന്നില്ല എന്നും തീർച്ചയാകണം. അധികം കാലം അമ്മിഞ്ഞപ്പാൽ കുടിച്ചതാവാം എന്റെയും കുഴപ്പം. പക്ഷേ സ്ത്രീയെ, അങ്കുശമില്ലാത്ത ചാബല്യമേ, ഈ മാംസമുണ്ടല്ലോ, അതെല്ലാം ചീഞ്ഞളിയുന്നതത്രേ. ക്ഷണികം, ക്ഷണഭങ്കുരം. ഹാംലെറ്റ്, ആരോ വരുന്നു ഈ വഴിയെ. ഞാൻ ശ്രദ്ധിക്കാം, സൂക്ഷിച്ചാൽ മതി. ഇങ്ങോട്ടുള്ള പടികൾ കയറുകയാണെങ്കിൽ ഞാൻ ഉടനെ അറിയിക്കാം. ആരാണ് ഇവിടെ? ആരാണ് നിങ്ങൾ? ഞാൻ ആരാണെന്നോ? ആരാണ് നിങ്ങൾ? ഞാൻ ബിൽ.
ഇത് ക്രിസ്, ഈ നാടകം എഴുതുന്നവരാണ്. ഞാൻ ഫോർട്ടിൻ ബ്രാസ്. ഫോർട്ടിൻ ബ്രാസ്, രാജകുമാരന് ഇവിടെ എന്താണ് കാര്യം? അവസാനം എല്ലാവരും മരിച്ചു തീരുമ്പോഴല്ലേ നിങ്ങൾ വരേണ്ടത്? ഇതൊക്കെ ചോദിക്കാൻ നിങ്ങൾ ആരാണ്? റോസൻ ക്രാൻസ് ആൻഡ് ഗിൽഡൻസ്റ്റൈൻ മുതിർന്ന് മധ്യവയസ്കരായതുപോലെ ഉണ്ടല്ലോ നിങ്ങൾ കാണാൻ. ഈ പറഞ്ഞവരെയെല്ലാം സൃഷ്ടിച്ചവരാണ് ഞങ്ങൾ. നിന്നെയും ഫോർട്ടിൻ ബ്രാസ്, നിന്നെ അടക്കം. മനസ്സിലായി. ഒരു രാജകുമാരനെ നീ എന്ന് വിളിക്കാൻ ധൈര്യമുള്ളവർ ആവട്ടെ. എന്താണ് നിങ്ങൾക്ക് എന്റെ കാര്യത്തിൽ എതിർപ്പ്? നീ ഇപ്പോൾ എന്തിനിവിടെ വന്നു നിൽക്കുന്നു? അവസാനം ഒന്ന് പ്രത്യക്ഷപ്പെടുകയില്ലേ വേണ്ടു നീ? ശരിയല്ല ഫോർട്ടിൻ ബ്രാസ്, നീ എല്ലാം തെറ്റിക്കുന്നു. നിനക്കിവിടെ ഒന്നും ചെയ്യാനില്ല. അത് തന്നെയാണ് സംഗതി. എനിക്ക് നാടകത്തിൽ ഒന്നും ചെയ്യാനില്ല എന്ന് കണ്ട് ഹാംലെറ്റ് വിളിച്ചു കൂടെ കൊണ്ടുവന്നതാണ് എന്നെ ഇങ്ങോട്ട്. അത് കൗതുകമായിരിക്കുന്നു. ശരിക്കും നിന്റെ ശത്രുവല്ലേ ഹാംലെറ്റ്? എല്ലാവരും മരിച്ചു വീഴുമ്പോൾ, എല്ലാവരും കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, ശങ്കയിൽ കുടുങ്ങി ഹാംലെറ്റ് രാജകുമാരനും മരിച്ചു വീഴുമ്പോൾ അവിടെ വന്ന് രാജാവായി തീരേണ്ട ആളല്ലേ നീ? അങ്ങനെയുള്ള ആൾ എങ്ങനെ ശത്രുവിന്റെ ശിങ്കിടിയായി നിൽക്കുന്നു? നോക്കൂ, ഞാൻ ശിങ്കിടിയൊന്നുമല്ല. എനിക്ക് തൽക്കാലം ഒന്നും ചെയ്യാനില്ലാത്തതിനാൽ ഞാൻ ഇവിടെ അയാളുടെ കൂടെ നിൽക്കുന്നു എന്ന് മാത്രം. സമയമാകുമ്പോൾ അയാളെ കുത്തിക്കൊല്ലാൻ ഞാൻ എപ്പോഴേ തയ്യാർ. ചരിത്രം അറിയാമോ നിനക്ക്? ശരിക്കും എന്ത് ചരിത്രം? ചാണകമാണ് ചരിത്രം. ഏയ്, നിന്റെ അച്ഛൻ ഫോർട്ടിൻ ബ്രാസ്, ഇവന്റെ അച്ഛൻ ഹാംലെറ്റ്, ഇപ്പോ പ്രേതം എന്നിവർ ഒരു പന്തയം വെച്ചു. അതിൽ തോറ്റതുകൊണ്ട് നിന്റെ അച്ഛന് രാജ്യത്തിന്റെ ഒരു പ്രവിശ്യ നഷ്ടമായി. അത് വീണ്ടെടുക്കുക എന്ന ഒറ്റ ഉദ്ദേശവുമായി ജീവിക്കുന്ന ഒരാളായി മാത്രമേ നിന്നെ എല്ലാവരും കാണുന്നുള്ളൂ. അല്ലല്ലോ, അച്ഛൻ എനിക്കും ഒരു പ്രശ്നമാണ്. അതിപ്പോൾ ലേറ്റേഴ്സ് എന്ന കഥാപാത്രത്തിനും അതങ്ങനെയാവാം. പക്ഷെ ഞാൻ മാത്രമേ ഉണർന്ന് എന്തെങ്കിലും ചെയ്ത് ഒരു വിജയി ഒക്കെ ആവുന്നുള്ളൂ. ക്രിസ്, ഇവനെ എല്ലാം അറിയാം. ആവശ്യത്തിലധികം. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന ആരുടെ കാര്യമാണെന്നോ അതിൽ? ലോർക്ക, നെരൂദ, ചെറിമരം, വസന്തം എന്നെല്ലാം പൈങ്കിളി എഴുതി പ്രസിദ്ധനായ തട്ടിയൻ. ഇഷ്ടമല്ല അയാളെ അല്ലേ? അതല്ല ബില്ല, അയാളുടെ ഈ സെക്രട്ടറി ആയിരുന്നല്ലോ ലോർക്ക. നെരൂദ ഏതെങ്കിലും മേൽക്കൂരയിൽ ഓരോ പെണ്ണിനെയും പ്രേമിച്ചുകൊണ്ടിരിക്കുമ്പോൾ താഴെ കാവൽ നിൽക്കും ലോർക്ക. അതാണ് ഇവൻ ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത്. ഓർത്താൽ ശരിയാണ്. ലോർക്ക പോലെ തന്നെ ഇവന്റെ ശത്രുവാണ് ഹാംലെറ്റ്, തുല്യനും. എന്നിട്ടും അവന് സോളിലേക്ക് ചെയ്യാൻ കാവൽ നിൽക്കുന്നു. കഥാപാത്രങ്ങൾ ഇങ്ങനെ സ്വയം ഓരോ തീരുമാനങ്ങൾ എടുത്തു തുടങ്ങിയാൽ ബുദ്ധിമുട്ടാവുമല്ലോ ബിൽ. ചരിത്രത്തിന് വിഷമമാവും. പിന്നെ കാവ്യനീതി എന്നൊന്നില്ലേ, അതിനും സങ്കടമാവില്ലേ? അങ്കിൾസ്, ഈ ചർച്ച നിങ്ങൾക്ക് മറ്റെവിടെയെങ്കിലും പോയി സുഖമായി ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്കിൾ എന്ന് വേണ്ട ഫോർട്ടിൻ ബ്രാസ്. കോൾ മീ ക്രിസ്. നിങ്ങൾ എന്നെ നീ എന്ന് വിളിച്ചത് കൊണ്ടാണത്. ഹലോ ബിൽ ആൻഡ് ക്രിസ്, ഏത് കാലത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്? ഇപ്പോൾ ഓദർ എന്നൊന്നില്ല എന്നറിയില്ലേ? എന്നെ പോയ ആദരവെല്ലാം കർത്താവ് കളിക്കല്ലേ കേട്ടോ എഴുത്തുകാർ. ഒരൊറ്റ നിന്നെ ഞാനുണ്ടല്ലോ. മാർലോൺ ഷേക്സ്പിയർ. നിങ്ങളെ പറ്റിയുള്ള കഥകൾ കേട്ട് മാത്തിയായി. നിങ്ങൾ രണ്ടാളും ഒന്നാണോ അതോ ബിൽ ആൻഡ് ക്രിസ് രണ്ടാളുണ്ടോ എന്നൊക്കെ നോക്കൂ സഖാക്കളെ, വേറെ പണിയുണ്ട്. നമുക്ക് പോകാം ബിൽ, ഇവിടെ നമ്മുടെ ആവശ്യമില്ലെന്ന് തോന്നുന്നു. എന്നാൽ ഇവനെ ആ ഒഫേലിയ, അവളെ കൊണ്ടുവന്നാൽ മതിയായിരുന്നില്ലേ ഇവിടെ ഒരു ഫീമെയിൽ ചാം? അത് ഇതെന്താണ്, ഗേ ആണോ ഇവരെല്ലാം? പുച്ഛിക്കരുത് ക്രിസ്. പൂച്ഛിച്ചതാണോ ഞാൻ? ചിരിച്ചതല്ലേ, ശിരം കൂറിയതല്ലേ. ഗേ എന്ന് പറഞ്ഞപ്പോഴാണ് ഓർമ്മ. ഹോബ്സ്, അയാളുടെ കോപ്പിറൈറ്റ് കഴിഞ്ഞല്ലോ. എന്താണ്, എഴുതാനാണോ ഒരു നാടകം? പക്ഷേ സുന്ദരിമാരില്ലാതെ വേണോ അങ്ങനെയൊന്ന്? ഓ ബിൽ, നിങ്ങൾക്ക് ബോണ്ട് ഉള്ള നാടകം എഴുതാനായിരിക്കും താല്പര്യം അല്ലേ? മുഷിയില്ല. എന്തായാലും പെണ്ണുങ്ങൾ ഉണ്ടാവണം നിറയെ. എനിക്കും തോന്നാറുണ്ട്, നമ്മൾ ആണുങ്ങളെ ഒന്നിനും കൊള്ളില്ല, പെണ്ണുങ്ങൾ തന്നെയാണ്. ഓഫീലിയ, 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 ടെക്കീല, ടെക്കീല, ഓഫീലിയ, ടെക്കീല, ഓ ടെക്കീല, ടെക്കീല. തീർക്കാൻ നമുക്ക് ഈ രംഗം ഇവിടെ. സുന്ദരിമാരില്ലാതെ എന്തു നാടകം. ഹേയ്, പെട്ടെന്ന്, ഹേയ്, നമ്മൾ ചെറുപ്പമായതുപോലെ അല്ലേ? റോസൻ ക്രാൻസ് ആൻഡ് ഗിൽഡൻസ്റ്റൈൻ ആണോ നമ്മൾ അവസാനം? ലോറൽ ആൻഡ് ഹാഡി അല്ല തീർച്ചയായും. ഇത് കണക്കിന് നോക്കിയാലും വളരാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. മാനസികമായ ആയാലും ശാരീരികമായ ആയാലും ഹംറ്റി ഡംറ്റി ആയിരിക്കുക എന്നും അതല്ലേ രസം? ഹംറ്റി ഡംറ്റി രണ്ടാളല്ലല്ലോ, ഒറ്റ ഒരാളല്ലേ? എന്നാൽ എന്താണ്, അല്ലെങ്കിൽ എന്താണ്? ഓ, എന്റെ ശവത്തിലാരോ വീണ്ടും വാൾ കൊണ്ട് കുത്തിക്കൊണ്ടിരിക്കുന്നു. അത് ഹാംലെറ്റ് തന്നെയായിരിക്കും അല്ലേ? എന്റെ ശവം എന്ന് പറയില്ല ആരും അവനെ, ശരീരം എന്ന് തന്നെ മതി. ശരി, എന്റെ ശരീരം നാശം. വൃത്തികെട്ട എന്റെ ഈ ശരീരം. അങ്ങനെയാണെങ്കിൽ എന്റെ ശരീരവും ഉണ്ട് ഇവിടെ. ഞാൻ കൊടിയില്ല ആയിരുന്നു. അല്ല, അനാഘ്രാതകുസുമം. എന്നത് കൊടിയില്ല, അനാഘ്രാത കുസുമമായി മരിച്ചവൾ.
ഇതെന്താണ്? ശവശരീരങ്ങളുടെ സമ്മേളനമാണോ ഇവിടെ? ആവോ. ഓഹോ, നിങ്ങളൊക്കെ ഉണ്ടോ ഇവിടെ? ഞാൻ വിചാരിച്ചു ഞങ്ങൾ മാത്രമാണ് മരിച്ചതെന്ന്. റോമിയോ, പിന്നെ ഞാനും. ഞാൻ മരിക്കണമല്ലോ ജൂലിയറ്റ്. നല്ലവരായാലും കൊല്ലപ്പെടാം എന്നും തെളിയിക്കണ്ടേ? എന്റെ ചേച്ചിമാരില്ലേ, ദുഷ്ടകൾ. അതിലൊരാൾ മറ്റു രണ്ടാൾക്കും വിഷം കൊടുത്തിട്ട് സ്വയം കുത്തിക്കൊന്നു. അച്ഛനോടും എന്നോടും സൂക്ഷിച്ചിരിക്കണമെന്ന് താക്കീത് തരാൻ ആരോ ഒരാൾ വന്നപ്പോഴുണ്ട് എന്റെ ശവവും എന്തിക്കൊണ്ട് അച്ഛൻ അവിടെ നിൽക്കുന്നു. കിങ് ലയർ. നിൽക്കണേ. ഓരോ എഡിഷൻ ഓരോ തരത്തിലാണ് പറയുക. ഒന്നിൽ ഞാൻ മരിച്ചു എന്ന് വിചാരിച്ച് എന്റെ അച്ഛൻ ഹൃദയം തകർന്നു മരിക്കുകയാണ്. ഒന്നിലിപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ. എന്തായാലും മരിക്കുമെന്ന് തീർച്ചയാണ് എല്ലാവരും, അല്ലേ? സംശയം വേണ്ട. ട്രാജഡീസ് അല്ലേ, അതിൽ എല്ലാവരും ഇങ്ങനെ മരിച്ചു വീണുകൊണ്ടിരിക്കും. പറയാൻ മറന്നു, ഞാൻ ഡെസ്ഡിമോണ, സിൽവിയ അല്ല. അച്ഛന്റെ ഏറ്റവും പ്രിയപ്പെട്ട മകൾ. പക്ഷെ അച്ഛൻ നിർബന്ധിച്ചിട്ടും ആ സ്നേഹം ഒരു കണക്കിൽ ഒതുക്കാൻ കൂട്ടാക്കിയില്ല. ഏറ്റവും സ്നേഹിച്ചു. എങ്ങും പോവാതെ അച്ഛനെ നോക്കുകയും ചെയ്തു. എന്നിട്ടും ആവട്ടെ ഡെസ്ഡിമോണ, ആര് കൊന്നു പളുങ്കു കണ്ണുള്ള ഈ സുന്ദരിയെ? ഓ, എന്റെ അറയിലേക്ക് വന്നു. ഓ, എനിക്കൊരു അന്ത്യചുംബന തരം. എന്നെ കൊല്ലുന്നത് എന്തിനാണെന്ന് പേടിച്ചരണ്ട് ഞാൻ ചോദിച്ചപ്പോൾ ഓ, വഞ്ചിച്ചതിനാണെന്ന് പറഞ്ഞു. ഓ എന്നാണോ വിളിച്ചിരുന്നത്? എന്ത് സൗകര്യാണല്ലേ. ഓ ഓ ഓ ഓ ഓ ഓ ഓ. അതെ, ഇപ്പോൾ ഓർത്ത് നോക്കുമ്പോൾ എല്ലാം തമാശ പോലെ തോന്നും. എന്നിട്ടോ ഉടനെ അങ്ങോട്ട് കൊന്നോ? ഓ, പെട്ടെന്ന് കൊന്നു. വഞ്ചിച്ചതിനുള്ള ശിക്ഷയാണത്രേ. തെളിവായി ഒരു തൂവാലുണ്ടെന്നും ഓ പറയുന്നത് കേട്ടു. എന്റെ കഴുത്തിൽ പിടിച്ച് ഞെക്കി ഓ എന്നെ കൊന്നുകൊണ്ടിരിക്കുമ്പോൾ. ഹേ വയല, എങ്ങനെ വയല വന്നിവിടെ? സർപ്രൈസ്. ഞാനും ഉണ്ട് ഇവിടെ. കണ്ടില്ലേ, ട്രാജഡി അല്ലാഞ്ഞിട്ടും വയല ഇവിടെ എത്തിയത് നമ്മുടെ ഒപ്പം. ഞാൻ ആദ്യമേ മരിക്കാനിരുന്നതാണ്, കപ്പൽ ഛേദത്തിൽപ്പെട്ട്. പക്ഷെ കരക്കടിഞ്ഞ് രക്ഷപ്പെടും. ഈ കപ്പൽ ഛേദം ഒരു സ്ഥിരം തീമാണല്ലേ? എവിടെ നിന്നാണാവോ എപ്പോഴും ഇങ്ങനെ? ഞാൻ എന്തിനാണ് ക്രോസ് ഡ്രസ് ചെയ്ത് നടന്നതെന്ന് ഇപ്പോഴും നിഗൂഢം തന്നെ. എന്റെ ആങ്ങളയുടെ ജീൻസ്, ടീസ്, ബ്ലേസേഴ്സ്, ക്യാപ്സ് എല്ലാമാണ് ഞാൻ ധരിച്ചിരുന്നത്. എന്നാലും കുറച്ച് വിഷമമാണേ പ്രച്ഛന്ന വേഷം. അതും എത്ര കാലം. ഇത്തിരി പ്ലംപല്ലേ ഞാൻ, അല്ലെ കുറച്ചുകൂടി എളുപ്പമായിരുന്നു. എന്നെ പോലെ സ്ലിം ആയിരുന്നു വെച്ചാൽ ഒരു പക്ഷെ. എന്നാലും ഒസീനോ എന്ന പെൺകോന്തനെ ഞാൻ പ്രേമിച്ചു പോയത് എന്തിനാണെന്നുള്ളതിനുള്ള കാരണവും ഞാൻ തന്നെ കണ്ടെത്തണം. നമ്മൾ മാത്രല്ല, പൊതുവെ എല്ലാവരും ചാവുന്നുണ്ട്. ഉവ്വ്, എമീലിയ കഥ പരസ്യമാക്കിയതിന് ഇയാഗോ അവളെ കൊല്ലുന്നു. എന്റെ അച്ഛൻ മരിക്കുന്നു അതിനിടയിൽ. ഇയാഗോ എത്ര ചതിയനാണെന്ന് മനസ്സിലാക്കി ഒഥെല്ലോ അയാളെ കൊല്ലുന്നു. പിന്നെ സ്വയം കുത്തുന്നു. നിന്റെ സംശയത്തിനുള്ള ഉത്തരം ഞാൻ പറയാൻ വയോള. നീ ശരിക്കും ഹെട്രോസെക്ഷൽ ആണ് എന്ന് സ്ഥാപിക്കാനാവും. അതായത് അതാണ് ശരി എന്നും നീ ആരെങ്കിലും ഒരു ആണിനെ പ്രേമിക്കുന്നതായി ചിത്രീകരിക്കണ്ടേ? അതെ, പക്ഷെ ആരെ? അപ്പോ നോക്കുമ്പോൾ അതാ നിൽക്കുന്നു ഓർസീനോ. കവിതയും എഴുതും പോരെങ്കിൽ. ട്രാജഡി അല്ലാത്തതിനാൽ കൊന്നില്ലാരും എന്നെ. പക്ഷേ എന്നാലും അവസാനം മരണം തന്നെയല്ലേ. രസികൻ പ്രണയകഥയാണെങ്കിലും ഞങ്ങൾ രണ്ടാളും വാവിട്ട് നിലവിളിച്ച് ചാവുകയല്ലേ. ഞാനൊന്ന് മയങ്ങിപ്പോയതായിരുന്നു വാസ്തവത്തിൽ. ഉറങ്ങുന്ന സുന്ദരി. ഉറക്കം തൂങ്ങി എന്ന് വിളിച്ച് കളിയാക്കുമായിരുന്നു എപ്പോഴും എന്നെ. എന്നാൽ അവന് ഒന്നും നോക്കാമായിരുന്നില്ലേ ഉറങ്ങുക തന്നെയായിരുന്നു എന്ന്? കുട്ടി ഉറങ്ങിക്കിടക്കുന്നത് കണ്ടിട്ട് മരിച്ചു കളഞ്ഞു എന്ന് വിചാരിച്ചു റോമിയോ എന്നാണോ പറയുന്നത്? എന്തൊരു ഭാഗ്യവതി. എപ്പോഴും ഉറങ്ങാ ഇങ്ങനെ നാടകത്തിനിടയിലും. അതെ, നളചരിത്രത്തിലുണ്ട് ഇങ്ങനെ കഥകളി. എത്രാം ദിവസമാണെന്ന് ഓർമ്മയില്ല. ദമയന്തിക്ക് ഉറങ്ങാനുണ്ട് ആട്ടക്കഥയിൽ. ആ ഭാഗം വരിക പുലരാറാവുമ്പോഴാണ്. എന്നിട്ട് അത് അഭിനയിക്കുന്ന നടൻ ശരിക്കും ഉറങ്ങിപ്പോവും. നടനോ? അതെ, അധികവും ആണുങ്ങൾ തന്നെയല്ലേ ദമയന്തിയായി വേഷം കെട്ട്. എന്ത് ക്രോസ് ഡ്രസ്സിംഗ് വർത്തമാനം വന്നാലും അവിടെ വയലയുണ്ട് അല്ലേ? എക്സ്പേർട്ട്. എന്ത് ട്രാൻസാക്ഷൻ വിഷയം വന്നാലും അതെ അല്ലേ വയല? എന്നിട്ട് അവൻ വിചാരിക്കുകയാണ്, തെറ്റിദ്ധരിക്കുകയാണ് ഞാൻ മരിച്ചു എന്ന്. എന്നിട്ട് വിഷം കുടിക്കുന്നു അവൻ. ഞാൻ അവിടെ കഴിക്കാനായി വെച്ചിരുന്ന എന്റെ വിഷം. ചഷകം. അവന്റെ ചുണ്ടിൽ നിന്ന് മരിക്കാൻ വേണ്ടത്ര വിഷം കിട്ടില്ല എന്ന് തീർച്ചയായപ്പോൾ നീ അവന്റെ കഠാരി വലിച്ചൂരിയെടുത്ത് അതുകൊണ്ട് അല്ലേ? ഹരാഗിരി. അനശ്വര പ്രേമം. അതാണ് ദുരന്ത പര്യവസായി. ഹാംലെറ്റ് ലെറ്റസ്. ഇവർ അന്യോന്യം കുത്തിക്കൊല്ലുന്നു. വാൾത്തുമ്പിൽ വിഷം. കുത്തുകൊണ്ട് കുറച്ചു കഴിഞ്ഞാണ് ഹാംലെറ്റ് മരിച്ചു വീഴുക. അതിനിടയിൽ കാണുന്നവരെയൊക്കെ വെട്ടിക്കൊണ്ടിരിക്കും. ഹാംലെറ്റ് കഴിക്കാൻ വേണ്ടിയിട്ടാവും. അദ്ദേഹം ഒരുക്കി വെച്ച വിഷം ഞാനെടുത്ത് കുടിക്കുന്നു, ചാവുന്നു. ഞാൻ അമ്മ മരിച്ചു വീഴുന്നത് കണ്ട് ഹാംലെറ്റ് ഉടനെ രാജാവിനെ വെടിവെക്കുന്നു. പാവമാ ഫോർട്ടിൻ ബ്രാസ്.
അവന് അവസരം കിട്ടുന്നില്ല രാജാവിനെയോ രാജകുമാരനെയോ കൊല്ലാൻ. അബദ്ധവശാൽ അവനറിയാതെ സ്വയം കുത്തിക്കൊല്ലുന്നു. ആളുകൾ തമ്മിൽ തമ്മിൽ കുത്തിക്കൊന്ന് കളിക്കുന്നതിനിടയിൽ തന്നെത്താൻ ആ എസ്കോബാർ പോലെ. വാസ്തവത്തിൽ എന്തൊരു തമാശയാണല്ലേ. ഈ ആണുങ്ങളൊക്കെ എത്ര മുതിർന്നാലും കുട്ടികൾ തന്നെയാണ് അല്ലേ? കേട്ടിട്ടില്ലേ ആൺകുട്ടികൾ എന്ന്? എന്നിട്ട് ഇവർക്ക് വേണ്ടിയാണ് നമ്മൾ വെറുതെ ഈ കന്യകാത്വം ചാരിത്രം ഒക്കെ സൂക്ഷിക്കുന്നത്. അയ്യേ, നാണമില്ലേ നമുക്ക്? ഒരു രസത്തിനെങ്കിലും കുറേശ്ശെ പറ്റിക്കണമായിരുന്നു ഞാൻ ശരിക്കും, അല്ലേ? വേറെ ഒരാളോട് ഇഷ്ടം തോന്നുന്നതിനാണല്ലോ ഇവർ വഞ്ചിക്കുക എന്ന് പറയുന്നത്. ഒന്ന് ശ്രദ്ധിച്ചു ആരെങ്കിലും? നമ്മളെല്ലാം സ്മോക്കേഴ്സ് ആണ്. തുരേ. ഇപ്പോൾ ലേഡീസ് അല്ലേ അധികം? ആ, നമ്മളെല്ലാരും പെണ്ണുങ്ങളും ആണല്ലോ ഇവിടെ. സൊള്ളിയും സൊറ പറഞ്ഞു. ആണോ എന്ന് ചോദിച്ചാൽ ആണ്. നമ്മളൊക്കെ പെണ്ണുങ്ങൾ ആണ്. അതെ. അതല്ലെങ്കിൽ ട്രാൻസ്. എന്തിനാണാവോ ശവങ്ങളെ ഇങ്ങനെ വേർതിരിച്ചിട്ടിരിക്കുന്നത്? എല്ലാ സുന്ദരിമാരുടെയും മാത്രം ശരീരങ്ങൾ ഇവിടെ ഇണചേരുമെന്ന് ധരിച്ചിട്ടാവുമോ? എല്ലാവരും പെണ്ണുങ്ങളല്ല ഇവിടെ, ഞാനുണ്ടേ. അതെ, അദ്ദേഹം വിട്ടു നിൽക്കില്ല പുള്ളിക്കാര്. തീർച്ചയായും ഓമനെ. അപ്പോൾ മറ്റേ അദ്ദേഹമോ? ആദ്യത്തെ മൂപ്പരവിടെ ഗതികിട്ടാതെ പ്രേതമായി അലഞ്ഞു നടക്കണ്ടാവും ഇപ്പോഴും. പാവം. ഇതാണ് പറഞ്ഞത്, വഞ്ചിക്കുക തന്നെ വേണം ഈ വിധികളെ. ഇല്ലെങ്കിൽ എന്നെ പോലെ ഇങ്ങനെ നഷ്ടബോധം മാറി ഇരിക്കേണ്ടി വരും. എന്തായാലും നിങ്ങളെ ഞാൻ സമ്മതിച്ചു. ഇഷ്ടമുള്ളത് സാധിച്ചെടുത്തല്ലോ കൊച്ചു കള്ളി. ഹേ എവരിവൺ, ന്യായം മരിച്ചു. ഒലീവിയ, മൂത്ത് നിറച്ച് പാഴായ സൗന്ദര്യധാമം. ആർക്കും ഗുണമില്ല എന്നെക്കൊണ്ട് എന്ന് കേട്ട് കേട്ട് മടുത്ത് സഹിക്കാൻ വയ്യാതെ ജീവിതം ഒടുക്കുകയായിരുന്നു ഞാൻ. ഒരു ഭയങ്കര സുന്ദരിയായി പോയതിന്റെ പുകിലേ. ഇടയ്ക്ക് ഋതുപർണോ എന്നൊരാളുടെ മൂവി കണ്ടു ഞാൻ. അതിലും ഇത് തന്നെയാണ് പറയുന്നത്. അയാൾ സെക്സ് മാറി പെണ്ണാവുന്നത് അങ്ങനെ ആർക്കെങ്കിലും ഗുണമാവാൻ വേണ്ടിയാണ്. അയ്യേ, അങ്ങനെ മറ്റുള്ളവർക്ക് ഗുണമാവാനാണോ നമ്മൾ ഓരോരുത്തരും ഉണ്ടാവുന്നത്? ഇത് മാത്രമാണോ ഒരു ഗുണം? പറഞ്ഞൊരു പ്രസംഗം പോലെ ആയിപ്പോയി. ക്ഷമിക്കണം കേട്ടോ തോഴിമാരെ. ശവങ്ങള് നഷ്ടപോലെ വരുത്തണം. നഷ്ടപോലെ. ഹലോ, ശവങ്ങളെ, ജഡങ്ങളെ, മൃതദേഹങ്ങളെ, നമസ്കാരം. ഇല്ല, ഞാൻ ഒളിച്ചുപോയില്ല. ഞാനൊന്നും മരിച്ചിട്ടില്ല. പിന്നെ ഞാനാണോ മരിക്കുക ഒഫീലിയ? നമുക്ക് ഈ നാടകത്തിന്റെ പേര് തന്നെ മാറ്റണം. സ്പൂഫ് ആവണ്ട എന്ന് വിചാരിച്ചാലും ഇപ്പോൾ ഇങ്ങനെ ആവൂ. അത് വെറുതെ തമ്മിൽ കൊല്ലലുമൊക്കെ അല്ലേ സിൽവിയ? ലോകം തന്നെ സ്പൂഫ്, നമ്മൾ ഓരോരുത്തരും സ്പൂഫ്. വിമാനത്തിൽ വരുമായിരിക്കും 14 ബ്രാസ്. പിന്നല്ല, ക്രിസല്ല, ഇതെല്ലാം എഴുതുന്നത് ഞാനാണ്, അറിയാമോ? അതിനിടയിൽ ഒഫീലിയ, ഞാൻ ഓൺലൈനായി പ്രേമിച്ചു, ഗർഭം ധരിച്ചു. അതിപ്പോ ഒക്കെ ഉണ്ടായി ഓഫീലിയ. എന്തായാലും ഒന്നെനിക്ക് മനസ്സിലായി, നമ്മുടെ കാര്യം നാം തന്നെ നോക്കണം. കോറസ് വേണമെങ്കിൽ വന്നോട്ടെ ഇവിടേക്ക്, അല്ലേ? ട്രാജഡി ആവുമ്പോ അത് പതിവില്ലായിരുന്നല്ലോ. എനിക്ക് വേണ്ടി മൂപ്പരെഴുതിയ കുറച്ച് പ്രസംഗമുണ്ട് ഓഫീലിയ. പഠിച്ചോ? മനപ്പാടും. എന്നെ ക്രൂരയാക്കൂ, പെണ്ണെന്ന വികാരം പോകട്ടെ, എന്റെ ചോര കട്ടിയാക്കൂ. ആഹാ, ഓഹോ, അയ്യേ, ചൂളിപ്പോലെ ഇത് പറയുമ്പോ. ഭർത്താവിന്റെ കയ്യിൽ കത്തി കൊടുത്തിട്ട് കൊല്ലിക്കാൻ ഞാൻ വേണം. പക്ഷെ പിന്നെ ഇങ്ങോട്ട് പിന്മാറ്റമാണ്. ഞാൻ മോഹാലസ്യപ്പെടുന്നു, ദുസ്വപ്നം കാണുന്നു, പശ്ചാത്താപം കൊണ്ട് കഷ്ടപ്പെടുന്നു. എന്തിന്? നിത്യാടനം പോലും ഉണ്ട് എനിക്ക്. അതെ, ഉപേക്ഷിക്കും, വളരാൻ സമ്മതിക്കില്ല. എന്നാലും ഒരു രാജ്ഞിയോട് എനിക്ക് അസൂയ തോന്നും, ക്ലിയോപാട്ര. അവസാനം വരെ അവൾക്ക് യാതൊരു കൂസലുമില്ല. കൊല്ലും, എന്തും ചെയ്യും. സ്വയം കൊല്ലാനും അതെ, ഒരു മടിയുമില്ല. ഹലോ, എനിക്ക് എന്തെങ്കിലും പറയാമോ? അവോ എങ്ങനെ ഇവിടെ എത്തി? എന്താണ് ഇവിടെ കാര്യം? എനിക്കാണോ കാര്യം ഇല്ലാത്തത്? ഈ ശബ്ദം എന്നെ വല്ലാതെ അലട്ടുന്നു. എന്ത് കാര്യം? ഫൂളാണ് ഫിലോസഫർ എന്നെല്ലാം ചിലർ പറഞ്ഞ് ഞാനും കേട്ടിട്ടുണ്ട്. നിന്റെ പേരിലല്ലേ ഇഷ്ടംപോലെ മൂവ്മെന്റ്സ്, ഫോറംസ് എല്ലാം ഉള്ളത്. ഒഫീലിയാസ് ഹൗസ്, റേഡിയോ ഒഫീലിയ, പുതുതായി വരുന്ന ഹാംലെറ്റ് മൂവി,
അതിലും നീയാണ് പ്രധാനമെന്ന് കേട്ടു. അസെക്ഷൽ എന്നൊരു മൂവ്മെന്റ് ഇസം ആണ് പുതുതായി എന്തെങ്കിലും ചെയ്യാൻ പറ്റുക. നോക്കാം. അല്ല, എന്താണ് നിനക്കതിൽ വിരോധമുണ്ടോ വിധി? ഹേയ്, ഇല്ലില്ല. അതെന്തിന്? ഈ വിവരദോഷിക്ക് എന്തിന് വിരോധം? ഇനി ഞാൻ ശ്രദ്ധിക്കണം. ഏതായാലും അവസാനത്തെ ചിരി എന്റേതാവില്ല തന്നെ. പക്ഷെ എനിക്കങ്ങനെ സങ്കല്പിക്കാമല്ലോ അത് എന്റേതാണെന്ന്. മിക്കവാറും ഇവരിൽ ഒരാൾ എന്നെ കൊല്ലും. എന്നിട്ട് എന്തിനാണ് വെറുതെ എന്നെ കൊന്നതെന്ന് എല്ലാവരും തല പുകഞ്ഞ് ആലോചിക്കട്ടെ, പഠനം നടത്തട്ടെ. ഇതിൽ ആരാണ് കൊല്ലുക എന്നോ ആർക്കറിയാം. ഈ 2 പെണ്ണുങ്ങളും എന്റെ നോട്ടത്തിൽ ഒരേപോലെ ബിച്ച് തന്നെ. ഒരു നിമിഷം മാം, ഞാൻ അപ്പുറത്ത് പോയി ഒന്ന് ക്യൂ നിന്നിട്ട് വരാം. ഈ ആണുങ്ങളെല്ലാം ഇങ്ങനെ തന്നെ. ഒന്നുകിൽ എപ്പോഴും പി ചെയ്യും, അല്ലെങ്കിൽ അവർക്ക് ക്യൂ നിൽക്കണം. ഫിലോസഫർ എന്നതിനുള്ള മലയാളമാണോ വിവരദോഷി? ആവോ, ഇവിടെ വാടാ, നിന്നെ ഞാൻ. അയ്യോ, എന്നെ കൊല്ലരുത്. അയ്യോ, നീ സത്യം പറയുന്നു അല്ലടാ? ഞാനുണ്ടല്ലോ. നിന്റെ ആദ്യത്തെ തർക്കത്തിൽ കേട്ടപ്പോൾ തോന്നിയതാണ് എനിക്ക് കൊല്ലണമെന്ന്. ഇതാ പിടിച്ചോ. എനിക്ക് വേണ്ടി അത് ചെയ്തതിന് നന്ദി സിൽവിയ. ഞാൻ എന്തായാലും കൊല്ലുമായിരുന്നു ഇപ്പോൾ. കൈ തരിക്കുന്നുണ്ടായിരുന്നു എന്റെ. ചുടുചോരയ്ക്കൊരു പ്രത്യേക ഗന്ധമുണ്ടല്ലോ അല്ലേ? അത് എനിക്ക് മാത്രം തോന്നുന്നതാണോ? ഉണ്ട്. ഉപ്പുമാവോ? ഉരുളക്കിഴങ്ങോ? ഉഷ്ണരക്തത്തിനുണ്ട്. ഞാൻ പക്ഷേ എന്താണ് പറയുക, കോൾഡ് ബ്ലഡഡ് ആണ് ഓഫീലിയ. ആരാണ് അല്ലാത്തത് സിൽവിയ? പൈതവേ, ഇടയ്ക്ക് പെട്ടെന്ന് കാണാതായല്ലോ. ലൂ പോയോ? ഇരുട്ടിലേക്ക് മാറി ഞാൻ എന്റെ കത്തിക്ക് മൂർച്ച കൊടുക്കുകയായിരുന്നു. നന്നായി. തട്ടിയെടുക്കുമായിരുന്നു അവൻ ടൈറ്റിൽ. അതെ, പലരും അവനെ വിശേഷ ബുദ്ധി എന്നൊക്കെ വിളിച്ചു തുടങ്ങിയിരുന്നു. അവസാനം നമ്മൾ അവശേഷിച്ചിരിക്കുന്നു. അതെ, നമുക്കിടയിലാണിനി അംഗം. എന്നാൽ ഇനി വൈകണ്ട, കൊല്ലു എന്നെ സിൽവിയ മോളെ. ഞാനല്ല മോൾ, നീയാണ് ഓഫീലിയ. ഞാൻ മുതിർന്നു. അപ്പോ മുതിരാത്തവളാണോ മോൾ? അതെന്തായാലും ഞാൻ നിന്നെ കൊല്ലാൻ പോകുന്നില്ല. ചിലർ വിചാരിക്കുന്നത് കൊല്ലുന്നത് വലിയ കാര്യമാണെന്നാണ്. ആവും നിങ്ങളൊരു സീരിയൽ കില്ലറാണെങ്കിൽ. അല്ലാതെ 2-3 ആശുക്കളെ കൊന്നിട്ട് എന്താണ്? ഇപ്പോൾ ഇവളെന്നെ കൊന്നാലല്ലേ ഞാനൊരു ഉഗ്രൻ കഥാപാത്രമാവുക, അല്ലേ? എന്താണ് ആത്മകഥം? ഭയങ്കര കുസൂയാണ് അല്ലേ? അതെന്തിന്? അതെ, നന്നായി ചൂളം വിളിക്കാൻ അറിയാം എനിക്ക്. എന്നെ കൊന്നാൽ നിനക്കത് എടുക്കാമോ ഫീലിയ? തുനിഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണല്ലേ ചാവാൻ പൂച്ചക്കണ്ണി. എന്ത് ചെയ്യാം, ഒരു ദുഷ്ടയായി പോയില്ലേ. നിങ്ങളൊക്കെ ശിക്ഷ ഇങ്ങനെ ഇരുന്ന് വാങ്ങുവാൻ തുടങ്ങിയാൽ പിന്നെ നെമിസിസ് എന്ത് ചെയ്യും? എന്നാലൊരു കാര്യം ചെയ്യാം, നിന്നെ ഞാൻ പ്രകോപിപ്പിക്കാം. ശ്രമിച്ചു നോക്കുക ബിച്ച്. എന്തിന് നീ ജീവിതം തുടരുന്നു ഓഫീലിയ? ഒന്നിനും കൊള്ളാത്തവളെ. ഹാംലെറ്റ് പോയിട്ട് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ നിന്നെ ഒരിക്കലെങ്കിലും ഒന്ന് ചുംബിക്കാൻ? നിന്റെ ആ അരിമ്പാഴ കണ്ടാൽ ആർക്ക് തോന്നും നിന്നോട് ഇഷ്ടം? വീണ്ടറി വെളുത്ത തൊലി, നിന്റെ മീശയെല്ലാം നീ വടിച്ചു കളഞ്ഞാണോ ഓഫീലിയ? ഒടിഞ്ഞ കാലുമായി മുടന്തി എവിടെ എത്തുന്നു? വെള്ളത്തിലൊലിച്ചു പോവാൻ കൂടി കഴിയാത്ത കൂപമണ്ടൂകം. എന്നെ അങ്ങനെ വിളിക്കരുത്. കൂപമണ്ടൂകം, കൂപമണ്ടൂകം. മറ്റൊന്നുമല്ല നീ. കൂപമണ്ടൂകം വിളിക്കരുതെന്നാ പറഞ്ഞത്. കൂപമണ്ടൂകം. എന്നെ അങ്ങനെ വിളിക്കരുതെന്ന് പറഞ്ഞില്ലേ? കൂപമണ്ടൂകം. ഇന്ന് ഞാനുണ്ടല്ലോ അസത്തെ. അങ്ങനെ തന്നെ. ഒരു കുത്തുകൂടി ഓഫീലിയ. ഇത് മതിയോ? എന്നാലും ഒന്നുകൂടി ഇതേപോലെ. എന്തോ ഒന്നുകൂടി കുത്തു ഓഫീലിയ, ഇതേപോലെ. ഓഫീലിയ ഒടുക്കം കഠാരം വലിച്ചോടിക്കൊണ്ട് ഇങ്ങനെ അട്ടാസിക്കണമെന്നാണ്.
See you all in hell for communism. ആ ശിഷ്യക്കാരനും കമ്മ്യൂണിസം വീണ്ടും ഒരു വിഷയമായി. ഗുഡ് നൈറ്റ് ഗൈസ്. ഗുഡ് നൈറ്റ് LGBTQ all. എന്നെ പ്രേമിക്കാതിരുന്ന പൊട്ടൻ ലോജിക് ബ്ലാസ്. ഗുഡ് ബൈ ഡൂഡ്. ലോകം അവസാനിക്കുക ഒരു സ്ഫോടനം കൊണ്ടല്ല. ബുദ്ധം 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 ബുദ്ധം. ഹാംലെറ്റ് നാടകം സമാപിക്കുന്നു. രചനാ സംവിധാനം രവി. അവലംബം ഷേക്സ്പിയർ കൃതികൾ. ശബ്ദങ്ങൾ ഫിലോസഫർ എന്നതിനുള്ള മലയാളമാണോ വിരദോഷി? വർഷ കാനൺ. ഞാൻ പോണു. ചോദിച്ചിട്ടാണോ എല്ലാവരും മടിക്കിടക്കുക? ഇല്ല, നിന്റെ അച്ഛനെയൊക്കെ ഞാൻ കൊന്നു. ആർ താരനാഥ്. ആ തടിച്ചിയും പറയുന്നു എനിക്ക് ശങ്കയാണെന്ന്. എന്ത് ശങ്ക? ധൃതി പിടിക്കാതെ സെസേറിയോ, വീട്ടില്ല ഞാൻ. ശ്രീജ മോൾ. എന്തിന് കൊള്ളും പിന്നെ എന്തെങ്കിലും പറ്റുമോ എനിക്ക്? ചാവുകയല്ലാതെ. അതിനു മുമ്പ് ഈ ഷേക്സ്പിയർ ഒന്നും എഴുതിയിട്ടില്ല എന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നു. ഷിപ്രു മെനൻ. ഞാൻ ലോകം ചുറ്റുന്നവനാണെന്ന് പറഞ്ഞില്ലേ ബിൽ? ഒരിക്കലും രസമുണ്ടായി. സഹിക്കാനല്ലേ പറ്റൂ. ഒരു ചുംബനം എന്താണെന്ന് കൂടി എനിക്കറിയില്ല. കീർത്തി സോഫിയ. അപ്പയം പ്രാപിക്കുകയോ? ഓ അതാണോ? ഞാൻ വിചാരിച്ചു. ഓ ഇന്നലെ ഡൗൺലോഡ് ചെയ്തിരുന്നു ഞാൻ പുതിയൊരു ആപ്പേ. ജി ശ്രീറാം. അവൻ ഞാൻ ഉദ്യാനത്തിൽ ഉറങ്ങിക്കിടക്കുമ്പോ എന്റെ ചെവിയിൽ ഒരു മാരക വിഷം ഒഴിക്കുകയായിരുന്നു. ക്യാരക്ടറുള്ള യുവ കോമളനല്ലേ ഞാൻ. She loves me. ഷബ്ന കൃഷ്ണരാജൻ. അയ്യോ ഇതെന്താണ് മാം? എന്നെ സ്പർശിക്കുന്നു. സമയമാവുമ്പോൾ അയാളെ കുത്തി കൊല്ലാൻ ഞാൻ എപ്പോഴേ തയ്യാർ. പ്രഫുൽ ചന്ദ്രൻ. എന്നെ പോയി ആ ആദരവെല്ലാം കർത്താവ് കളിക്കല്ലേ കേട്ടോ എഴുത്തുകാർ. അദ്ദേഹം എന്നെ വിട്ടു നിൽക്കില്ല. പുള്ളിക്കാരൻ. അനിത വർമ്മ. ഒരു സ്ത്രീയെ മോശക്കാരിയാക്കി ചിത്രീകരിക്കാൻ എന്തൊരു ഉത്സാഹമാണ് എല്ലാവർക്കും. അങ്കുശമില്ലാത്ത ലോകം. ഞാൻ പറഞ്ഞതല്ലേ എന്റെ പിന്നാലെ വരണ്ടെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഞാൻ വന്നു. അനൂപ് കെ.പി. വേഗം എഴുതിട്ടെ ഞാൻ എന്റെ പുതിയ പ്രേമലേഖനം. അതെ, അവൾ ആരുടേതാണെന്ന് തർക്കമുള്ളിടത്തോളം. സജു സെബാസ്റ്റ്യൻ. നമ്മുടെ 2 സുന്ദരി കഥാപാത്രങ്ങൾ അടുത്ത മേശയിൽ വന്നിരിക്കുന്നുണ്ടല്ലോ. അല്ല ശരിയാവണില്ല. നീമ രവികുമാർ. ഏയ് നമ്മള് കാണുന്നില്ല. അവർ വാ പ്രകാശത്തിലേക്ക് പോവാം. നമ്മളെന്തിനു ഒളിഞ്ഞിരിക്കുന്നു? ഞാൻ പറഞ്ഞാൽ കേൾക്കില്ല ഓമനെ. സി വി വിശ്വനാഥൻ. അതെ കുമാര, തൽക്കാലം അത് എന്റെ സുമലതയാണല്ലോ. നിങ്ങൾ അവതരിപ്പിക്കാൻ പോകുന്ന നാടകത്തിന്റെ സ്ക്രിപ്റ്റ് കാണണമെന്ന് രാജാവ് കൽപ്പിച്ചിട്ടുണ്ട്. എൽ പീറ്റർ. നമ്മൾ അവസാനം കണ്ട ഹിപ്പോപ്പൊട്ടാമസ്. ഈ ആപ്പ് കാണാത്തവൻ ആപ്പ് വാങ്ങുമ്പോൾ റിയാസ്. അവർ അതീതരായതുകൊണ്ട് മാത്രമല്ലല്ലോ സഖാവേ, അവരുടേത് വേറൊരു ലോകമാണ്. ഈ ലോകത്തിൽ തന്നെയാണെങ്കിൽ മറ്റൊന്ന്. അവതരണം ആകാശവാണി ദേവികുളം സ്പൈസ് FM.